ഇതൊരു ലെങ്തി ട്യൂട്ടോറിയലാണ്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എൻക്വയറി ചോദിച്ചു വന്നതാണ് ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നു നമുക്ക് ഇതിന് പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ വേണമെന്നുള്ളത്. അപ്പോൾ ഇനീഷ്യലി എല്ലാവർക്കും ഒരു ഡൗട്ട് ആവും, എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ്? നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് കീപ്പ് ചെയ്യാണ്ട് വേറൊരു സപ്ലയർ നമ്മുടെ വെബ്സൈറ്റിലൂടെ നമ്മൾ സെല്ല് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു സപ്ലയർ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അതിൽ നിങ്ങൾ ഒരിക്കലും ഇൻവെൻട്രി കീപ്പ് ചെയ്യുന്നില്ല, അതിൽ നിങ്ങൾക്ക് ഇൻവെൻട്രി കോസ്റ്റ് ലാഭമാണ്. അപ്പോൾ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മിക്ക 90% ഓർഡേഴ്സും COD ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രീപെയ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് ഓർഡേഴ്സ് കിട്ടുക. മുഴുവൻ 2 hour വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് സ്റ്റോർ ക്രിയേഷൻ, നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടതാണ് സ്റ്റോർ ക്രിയേഷൻ. സ്റ്റോർ ക്രിയേഷൻ അത്രയും പക്കയായി മാത്രമാണ് നമുക്ക് ഇൻ്റർനാഷണലി ഓർഡേഴ്സ് വരാനുള്ള കൺവേർഷൻ കൂടുകയുള്ളൂ. ദെൻ സെക്കൻഡ് വൺ ഈസ് നമ്മുടെ പ്രൊഡക്റ്റ് റിസർച്ച്. പ്രൊഡക്റ്റ് നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കിയാലാണ് നമുക്ക് ആ ഒരു സക്സസ് നമുക്ക് ആ ഒരു സ്റ്റോറിന് ഉണ്ടാവുള്ളൂ, നല്ല രീതിക്ക് ഓർഡേഴ്സും വരുള്ളൂ. അതിനൊപ്പം തന്നെ തേർഡ് വൺ ആണ് സപ്ലയർ കണക്ഷൻ. നമുക്ക് എങ്ങനെ സപ്ലയറായിട്ട് കണക്ട് ചെയ്യാം? സപ്ലയേഴ്സിനെ കണക്ട് ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പലരും വിചാരിക്കും CJ ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ലെങ്കിൽ അലി എക്സ്പ്രസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാം. അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അതിൻ്റെ ഡെലിവറി ടൈം ഏകദേശം നമ്മൾ അലി എക്സ്പ്രസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏകദേശം ഡെലിവറി ടൈം തന്നെ ഏകദേശം 20-30 ദിവസമൊക്കെയാണ് ഡെലിവറി ടൈം. അപ്പോൾ ഒരു ടൈമിൽ നമ്മുടെ കസ്റ്റമർ, ഇൻ്റർനാഷണൽ കസ്റ്റമർക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആയില്ലെങ്കിൽ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാനുള്ള സാധ്യതകളും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അലി എക്സ്പ്രസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് സെൻഡ്രോപ്പ് ആണ്. അപ്പോൾ സെൻഡ്രോപ്പിൽ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ കാറ്റഗറി ഏതാണോ, നമ്മുടെ നീഷ് ഏതാണോ അനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒപ്പം തന്നെ ഓട്ടോമാറ്റിക് ഫുൾഫിൽമെൻറ്റ് മെത്തേഡും അതിൽ തന്നെയുണ്ട്. പിന്നെ സെൻഡ്രോപ്പ് അത് US ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ USA 2-3 ദിവസം കൊണ്ടൊക്കെ ഡെലിവേർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ സെൻഡ്രോപ്പിനുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു കമ്പനിയാണ് സ്പോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ രീതിയിൽ പ്രൊഡക്ട്സുകൾ, വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സുകൾ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറായിട്ട് കണക്ട് ചെയ്ത് ഷിപ്മെൻറ്റ് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിൽ ഫുൾ കംപ്ലീറ്റ് ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾ മുഴുവൻ ഇരുന്ന് കാണുക. ചില സമയങ്ങളിൽ കൺഫ്യൂഷൻ വരുമ്പോൾ വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റോർ ക്രിയേഷനിലേക്ക് പോകാം. അപ്പോൾ 3 hours ആണ്, ഉറപ്പായിട്ട് ഇത് മുഴുവൻ കണ്ടിരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണുക. ഓക്കെ. അപ്പോൾ ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ നമുക്ക് ഫസ്റ്റ് ഇനീഷ്യലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോർ ക്രിയേഷൻ ആണ്. അപ്പോൾ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോപ്പിഫൈ ആണ്. അപ്പോൾ ഷോപ്പിഫൈയിൽ നമുക്ക് സ്റ്റോർ ക്രിയേഷനിലേക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ സ്റ്റോറിലേക്ക് ജസ്റ്റ് ലോഗിൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക. ഇതിലൊന്നും നമുക്ക് ഡൗട്ടില്ല, എന്ത് വേണമെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഡ്രോപ്പ് ഷിപ്പ് പ്രൊഡക്ട്സ് കൊടുത്തു. ഒക്കെ തന്നെ ഈ ഒരു ബേസിക് പ്ലാനിന്റെ ഓപ്ഷൻ വന്നു, പ്ലാൻ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ വന്നു. ഇതിൽ നമുക്ക് ഇനീഷ്യലി സ്റ്റാർട്ടിംഗ് സ്റ്റേജ് നമുക്ക് ബേസിക് പ്ലാൻ മതി. നമ്മൾക്ക് ഇപ്പോഴും ബേസിക് പ്ലാനിൽ തന്നെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് പ്ലാൻ എടുക്കാം. ഇതിൽ തന്നെ ഡയറക്റ്റ് ഇപ്പൊ തന്നെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പിന്നീടായാലും ഇത് ചെയ്യാം. അപ്പോൾ സ്കിപ്പ് കൊടുത്തു നമ്മൾ. ദെൻ ഷോപ്പിഫൈയുടെ ഫ്രണ്ട് ഹോം പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ട്, ഓക്കെ. ദെൻ ഇതിൽ ഒരുപാട് മെനൂസ് ഉണ്ട്. ഹോം, ഓർഡേഴ്സ്, പ്രൊഡക്ട്സ്, കസ്റ്റമേഴ്സ്, മാർക്കറ്റിംഗ്. ഇതൊക്കെ മേ ബി നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് എല്ലാവർക്കും അറിയായിരിക്കും. ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന ആൾക്കാർ, ഷോപ്പിഫൈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് അറിയായിരിക്കാം. അപ്പൊ എന്നാലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഹോം പേജിൽ നമുക്ക് എത്ര ഓർഡേഴ്സ് വന്നു, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കറന്റ് അനലിറ്റിക്സ് എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ ഓർഡേഴ്സിൽ നമുക്ക് വരുന്ന ഓർഡേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇതിൽ ഓട്ടോമാറ്റിക്കലി വരും. ഇതിപ്പോൾ ഓൾറെഡി സെലക്ട് പ്ലാൻ പോലും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. ദെൻ പ്രൊഡക്ട്സിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഏതൊക്കെയാണ് പ്രൊഡക്ട്സ് കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ കാണിക്കും. ഇതിൽ കളക്ഷൻസ് ഉണ്ട്, ഇൻവെന്ററീസ് ഉണ്ട്, നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റ്, പിന്നെ നമുക്കിതിൽ പർച്ചേസ് ഓർഡേഴ്സ് കാണാം, ട്രാൻസ്ഫേഴ്സ് കാണാം. then അതുപോലെ നമുക്ക് കസ്റ്റമേഴ്സ്, ഇതിൽ നമുക്ക് നമ്മുടെ ചെക്കൗട്ട് പേജിൽ കയറുന്ന കസ്റ്റമേഴ്സ്, ചെക്കൗട്ട് പേജിൽ എൻട്രി നടത്തി ബാക്ക് അടിച്ച് പോയി ക്യാൻസൽ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ്, അങ്ങനത്തെ ഡാറ്റകളെല്ലാം ഈ കസ്റ്റമേഴ്സ് സെഗ്മെന്റിൽ വരും. ദെൻ മാർക്കറ്റിംഗ്, നമുക്ക് ഇമെയിൽ ഓട്ടോമേഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ടൂൾ. ദെൻ ഡിസ്കൗണ്ട്, നമുക്ക് സ്റ്റോറിൽ പല ഡിസ്കൗണ്ട് കോഡുകൾ നമുക്ക് ഇമെയിലൊക്കെ വരാറില്ല പല കമ്പനികളിലും. അപ്പൊ ആ ഒരു ഡിസ്കൗണ്ട് കോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്കൗണ്ട്സ് എന്ന് പറഞ്ഞ സംഭവം. പിന്നെ കണ്ടന്റിൽ നമുക്ക് ഈ ഒരു സ്റ്റോറിന്റെ ഉള്ളിൽ തന്നെ, നമ്മുടെ വെബ്സൈറ്റിന്റെ ഉള്ളിൽ തന്നെ ഓരോ ഈ ഒരു മിറ്റ ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഓരോരോ സെഗ്മെന്റുകൾ ഉണ്ട്. അപ്പൊ അതില് ചില കാര്യങ്ങൾക്ക് നേവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിറ്റ ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫയൽസ് ഉണ്ട്, അതുപോലെ തന്നെ മെനൂസ്, നമ്മൾ മെനു പേജസ് ഉണ്ടായിരിക്കും. നിങ്ങളൊരു കാർട്ട് അല്ലെങ്കിൽ ആമസോൺ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് മുകളിൽ ഇങ്ങനെ മെനു ബാറിൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണാലോ, മെൻസ്, വുമൻസ്. അപ്പോൾ അങ്ങനെയുള്ള മെനൂസ് ആണ് ഈ ഒരു മെനു ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫൂട്ടറിൽ സെർച്ച് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഡിഫോൾട്ട് ആയിട്ടുള്ളതാണ്. ഇത് നമുക്ക് പുതിയ പുതിയ എന്തൊക്കെയാണോ മെനൂസ് വേണ്ടത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ മെയിൻ മെനുവിൽ ഇപ്പൊ ഇത് 3 ഉള്ളൂ. ഫൂട്ടർ മെനുവിൽ സെർച്ച് മാത്രമേ ഉള്ളൂ. ഫൂട്ടർ മെനുവിൽ നമുക്ക് റീഫണ്ട് പോളിസീസ് ആഡ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും ആഡ് ചെയ്യാം.
ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് മാർക്കറ്റ്. മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റാണ് ഇതിൽ ആക്റ്റീവായിട്ട് കിടക്കുന്നത്. ഇതിൽ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് കാണാം ഇന്ത്യൻ മാർക്കറ്റാണ്. നമുക്കിതിൽ നമ്മൾ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ US മാർക്കറ്റിലാണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റിംഗ് ടു US മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് US നിന്നുള്ള എമൗണ്ട് ആണ് നമുക്ക് വരേണ്ടത്. അവിടെ നിന്നാണ് നമുക്ക് അത്രയും പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഇതിൽ US മാർക്കറ്റ് ഒക്കെ ആഡ് ചെയ്യും. നമ്മൾ വരുന്ന അടുത്ത സെക്ഷനിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. ദെൻ ഇത് അനലിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ അനലിറ്റിക്സ് മെനു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൽ നിങ്ങൾക്ക് വരുന്ന ഓർഡേഴ്സിന്റെ ഇത് വാല്യൂ എങ്ങനെയാണ്, ഏതാണ് പ്രൊഡക്റ്റ്, എവിടെ നിന്നാണ് ട്രാഫിക് വന്ന കാര്യങ്ങൾ മൊത്തം ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇതിൽ കിട്ടും. അതിന്റെ ലൈവ് വ്യൂവും ഇതിൽ തന്നെ കിട്ടും. ദെൻ നമുക്ക് ഓൺലൈൻ സ്റ്റോറിൽ വരാം. ഓക്കെ, ദെൻ ഓൺലൈൻ സ്റ്റോറിൽ വന്നപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മൾ പ്ലാൻ ചൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോൾ പ്ലാൻ ചൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ പിക്ക് എ പ്ലാൻ ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നേരെ പോവും. അപ്പൊ നമ്മൾ നേരെ പ്ലാൻ ചൂസ് ചെയ്യാനായിട്ട് നേരെ സെറ്റിംഗ്സിൽ പോയി പ്ലാൻസ് എടുത്തു, ചൂസ് പ്ലാൻ. ഇതിൽ ഇനീഷ്യലി നമ്മൾ ബേസിക് പ്ലാൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് ഓട്ടോ പേ വരും. നിങ്ങൾക്ക് ഏകദേശം 5,000 രൂപയുടെ ഓട്ടോ പേ വരും നിങ്ങളുടെ കാർഡിലേക്ക്. അപ്പോൾ ആ കാർഡ് അത് അപ്രൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാൻ ആക്ടിവേറ്റ് ആവും. ഉണ്ട് UPI ID എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ പേയിൽ കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ UPI ID കിട്ടും. അല്ലെങ്കിൽ ഫോൺ പേയിൽ ഏതിൽ വേണമെങ്കിൽ എല്ലാ UPI ആപ്പിലും ഇതുണ്ട്. UPI ID കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ UPI ID ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക, അഡ്രസ് ആഡ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഏതാണത് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ സെറ്റപ്പ് UPI എന്ന് വരുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു 5,000 രൂപയുടെ ഓട്ടോ ഡെബിറ്റ് റിക്വസ്റ്റ് വരും. അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്താൽ പ്ലാൻ സക്സസ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ദെൻ നമ്മുടെ UPI ID കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്രൂവ് ആയി. നമ്മളിവിടെ 5,000 രൂപയുടെ അപ്രൂവൽ വന്നപ്പോൾ നമ്മളത് അപ്രൂവ് കൊടുത്തു. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അത് ആക്റ്റീവായിട്ട് വന്നു. നമ്മൾ ഇനി ഇതിവിടെ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ആ ബേസിക് പ്ലാൻ ആയിട്ട് എടുത്തു. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കംപ്ലീറ്റ് ആയി. ബേസിക് പ്ലാൻ നമ്മൾ ഇതിൽ ചൂസ് ചെയ്തു. 20 റുപ്പീസ്. ഇതിൽ നമുക്ക് കാണാം പാസ്വേഡ് പ്രൊട്ടക്ട് ആയിട്ട് ഇങ്ങനെ എടുക്കുന്ന കാണാം. ഇതിപ്പോ നമ്മൾ സ്റ്റോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം സ്റ്റോർ ഓപ്പൺ ആവുക. ഓക്കെ, ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്ക് സ്റ്റോർ ഒരിക്കലും നമുക്ക് നോക്കാനായിട്ട് പറ്റില്ല. മനസ്സിലായി? ഇത് പാസ്വേഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു സ്റ്റോർ ആക്റ്റീവ് ആവുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു ഓൺലൈൻ സ്റ്റോറിൽ പ്രിഫറൻസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇത് കാണാം പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഓൺ ആണ്. ഇത് ഓഫ് ചെയ്യുക. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോർ ആക്റ്റീവ് ആയി തന്നിട്ടുണ്ട്. ആ ഒരു തീമിൽ നമുക്ക് ഡൗൺ തീമാണ് അത്. ആ തീമിൽ നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഒരു ഫ്രീ തീമാണ്. അപ്പൊ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു പ്രീമിയം തീം കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളത് നോക്കി ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ഒരു തീം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു തീം ആഡ് ക്ലിക്ക് ചെയ്തു, ഈ പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വിത്തിൻ ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഈ ഒരു തീം പബ്ലിഷ് ആവും. ടൈം എടുക്കാതെ പബ്ലിഷ് ആവാനായിട്ട്. അപ്പൊ അതിന് ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റീജിയൻ കാര്യങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് USA ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ റീജിയൻ ആ ഒരു റീജിയനിലേക്ക് മാറ്റാൻ നമ്മൾ കറൻസി ചേഞ്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ഇനീഷ്യലി ഫസ്റ്റ് ചെയ്യുന്നത് സെറ്റിംഗ്സിൽ പോയിട്ട് ജനറലില് നമുക്ക് സ്റ്റോർ ഡിഫോൾട്ട് കാണാം. അതിൽ തന്നെ കറൻസി ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നേരെ പോയിട്ട് കറൻസി നമ്മൾ എന്ത് ചെയ്യുക, കറൻസി ചേഞ്ച് ചെയ്യുക. ഈ കറൻസി ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അത് ഡോളറിലല്ല കാണിക്കുക, അത് ഇന്ത്യൻ റുപ്പിയിലായിരിക്കും കാണിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരെ ഫസ്റ്റ് ഇനീഷ്യലി നമ്മൾ സ്റ്റോർ കറൻസി ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇതില് US എന്ന് അടിച്ചു കൊടുക്കുക. സോറി, ഇതിൽ വന്നിട്ടുണ്ട് US ഡോളർ. നേരെ നമ്മൾ സേവ് ചെയ്തു. അപ്പൊ ഇതിന്റെ കറൻസി സ്റ്റോർ കറൻസി നമ്മൾ മാറ്റി. ദെൻ ബാക്കപ്പ് റീജിയൻ, ഒരു ബാക്കപ്പ് റീജിയന് നമ്മൾ എടുത്ത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക. ദെൻ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് വരും. അപ്പൊ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ദെൻ അത് ആക്റ്റീവ് ആണ്, നമ്മൾ ആക്റ്റീവ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്കതില് എല്ലാ കൺട്രീസും ഉണ്ട്, ഏകദേശം 25ഓളം കൺട്രീസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്നൊക്കെ എല്ലാ സ്ഥലത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് വേണ്ട, ഫിൻലാൻഡ് വേണ്ട, അങ്ങനെ ഇത് നമുക്ക് വേണ്ടാത്ത ഏതാണോ മാർക്കറ്റ് നമുക്ക് ഇതിൽ നിന്ന്
ഏത് കൺട്രിയാണോ നമുക്ക് വേണ്ടത് നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ജർമ്മനിയാണ് ജർമ്മനി വേണ്ടതെന്നൊക്കെ വേണമെങ്കിൽ. അപ്പൊ ഏകദേശം 21ഓളം കൺട്രീസ് നമ്മൾ ഇതാക്കി വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്, UK ഉണ്ട്, അതുപോലെ തന്നെ UAE ഉണ്ട്. അങ്ങനെ എല്ലാ കൺട്രീസും മിക്ക നല്ല രീതിയിൽ കൺവേർഷനുള്ള കിട്ടുന്ന കൺട്രീസ് എല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിന് ആവശ്യമില്ലാത്ത കൺട്രീസ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ദെൻ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് ആക്റ്റീവ് ആക്കി കിടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അത് ആക്റ്റീവ് ആണ്, നമ്മൾ സേവ് ചെയ്തു. ദെൻ മാർക്കറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇതിൽ ഇന്ത്യൻ മാർക്കറ്റ് കിടക്കുന്നത്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്നില്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ ഇതാക്കി വെക്കുന്നു. ഓക്കെ, ഡ്രാഫ്റ്റ് ആക്കി വെക്കുന്നു, ഇൻആക്റ്റീവ് ചെയ്യുന്നു. ഡ്രാഫ്റ്റ് ആക്കുക, പണ്ട് ഇത് ഇൻആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലാണ് അത് വന്നിരുന്നത്. നമുക്ക് അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് ഡിലീറ്റും നമുക്ക് ചെയ്യാം. ഇന്റർനാഷണൽ മാർക്കറ്റ് ആണ് ഇപ്പോൾ ഇതിൽ ആക്റ്റീവ് ആയി കിടക്കുന്നത്. ദെൻ നമുക്ക് വീണ്ടും സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കപ്പ് റീജിയൻ ഇപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്, നമുക്കത് മാറ്റിയിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആക്കാം. ഓക്കെ, സ്റ്റേറ്റ്സ് ആണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് അടുത്ത് ചെയ്യാനുള്ള ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി പോയിട്ട് ഇപ്പൊ ഇതിൽ കിടക്കുന്നുണ്ടായിരിക്കുക ഷിപ്പിംഗ് റേറ്റ് ഇന്ത്യയെ കൂടി ആഡ് ആയി കിടക്കുന്നത്. അത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇന്റർനാഷണൽ ഒരു ഷിപ്പിംഗ് റേറ്റ് നമുക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ കാണാം ഷിപ്പിംഗ് സോണുകൾ ഇന്ത്യ. നമ്മൾ ഈ ഒരു സോൺ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, 700 രൂപയാണ് ഇതിൽ ഷിപ്പിംഗ് റേറ്റ് കിടക്കുന്നത്. നോ ഇഷ്യൂസ്, ആ ഒരു ഷിപ്പിംഗ് റേറ്റ് അതിൽ തന്നെ കിടന്നോട്ടെ. ദെൻ ഇതിനുശേഷം ഏകദേശം ബാക്ക് എൻഡ് കാര്യങ്ങളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ ഈ സ്റ്റോർ ആക്ച്വലി ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോറിന്റെ റീജിയൻ, അതുപോലെ തന്നെ അഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, മാർക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്റർനാഷണലി അത് മാറ്റണം. മെയിൻലി US ബേസ്ഡ് ആക്കണം. അതിനൊപ്പം തന്നെ കറൻസി ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇതൊക്കെ ചെയ്താൽ നമ്മുടെ സ്റ്റോറിലേക്ക് ആ രീതിക്കുള്ള ഓഡിയൻസിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഓൺലൈൻ സ്റ്റോറിലേക്ക് വരാം. ഇതിന്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് വന്നിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു തീം ഇതിൽ ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് പബ്ലിഷ് ചെയ്യാം. നമ്മൾ ആ ഒരു തീം നമ്മളത് പബ്ലിഷ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് കാണാം തീം കസ്റ്റമൈസേഷനിൽ നിങ്ങൾക്ക് കാണാം നല്ലൊരു തീമാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ തീം ആഡ് ആയി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനാണ്. അതിന്റെ ഫിറ്റ്നസ് ഓറ എന്നുള്ള പേരിലാണ് അതിന്റെ ബ്രാൻഡ് നെയിം ഞാൻ കണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ നമുക്ക് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമുക്ക് സെൻഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സ്പോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് രണ്ടുമാണ് ഇപ്പോൾ കറന്റിൽ നല്ല രീതിക്ക് നല്ല ലീഡിംഗ് ആയിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും വിചാരിക്കും അലി എക്സ്പ്രസ് ഒക്കെ വഴി കണക്ട് ചെയ്ത് നമുക്ക് ഈ രീതിക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അലി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഏകദേശം ഒരു 40-50 ദിവസം പിടിക്കും പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആവാനായിട്ട്. അത് ആക്ച്വലി അത് ചൈനയിൽ നിന്നാണ് ആ പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സിന് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൊറിയർ ചാർജസ് നല്ല രീതിക്ക് വലിയ കൊറിയർ ചാർജസ് ഉണ്ടാവും. അതിന്റെ ഒപ്പം തന്നെ 30-40 ദിവസം ഈ ഒരു ഡിലേ വരും. ആ ഒരു ടൈമിനുള്ളിൽ നമ്മുടെ കസ്റ്റമേഴ്സ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓൾറെഡി പേപ്പാലിലോ അല്ലെങ്കിൽ സ്ട്രൈപ്പിലോ പേയ്മെന്റ് നടത്തിയവര് പ്രൊഡക്റ്റ് വേണ്ടാന്ന് പറഞ്ഞ റീഫണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈ റീഫണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കറക്റ്റ് ടൈമിൽ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സ്ട്രൈപ്പ് അക്കൗണ്ട് ആണെങ്കിലും പേപ്പാൽ അക്കൗണ്ട് ആണെങ്കിലും നമ്മളതിന് ബ്ലോക്ക് ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോർ തന്നെ അതൊരു വലിയ നമുക്ക് കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് ഇഷ്യൂസ് തന്നെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അലി എക്സ്പ്രസ് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത് ഇതിന് വേണ്ടി. പിന്നെ പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ഡൗട്ട് ഉണ്ട്, അലി എക്സ്പ്രസ് നമുക്ക് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒരിക്കലും നമുക്ക് അലി എക്സ്പ്രസ് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ അലി എക്സ്പ്രസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പലരും കേട്ടിട്ടുണ്ട് അലി എക്സ്പ്രസ്, അലിബാബ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ബൾക്കിൽ നമുക്ക് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു 400-500 പീസ് ഐറ്റംസ് ഒരു 10 ലക്ഷം 20 ലക്ഷം രൂപ മുടക്കിയിട്ട് നമുക്ക് എടുക്കാനാണെങ്കിലും അതിന്റെ കസ്റ്റം ക്ലിയർ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എടുക്കാനാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ പ്രൊഡക്ട്സ് സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് സെൻഡ്രോപ്പ് ആണ്. പലർക്കാരായിരിക്കും സെൻഡ്രോപ്പ് കേട്ടിട്ടുണ്ടായിരിക്കും. നല്ലൊരു ലീഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സെൻഡ്രോപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ നല്ല കുറച്ച് ലാഭമൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങളൊരു LLC രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എടുത്ത് കറക്റ്റ് രീതിയിൽ അവിടെ നിന്ന് ഇപ്പൊ US ബേസ്ഡ് ഒരു ബാങ്ക് അക്കൗണ്ട് ഒക്കെ എടുത്തതിന് ശേഷം കറക്റ്റ് ആ രീതിയിൽ പോകുമ്പോൾ അത് നമുക്ക് പിന്നീട് ആലോചിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇപ്പൊ തന്നെ നമുക്ക് ആ രീതിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു നഷ്ടത്തിലേക്ക് പോകും. നമ്മൾ ഇനീഷ്യലി ബിഗിനിങ്ങിൽ ഈ ഒരു രീതിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നമുക്കൊരു ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ബില്ലിംഗ് അഡ്രസ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ബില്ലിംഗ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് സെറ്റിംഗ്സിൽ
ഈ ഒരു ബില്ലിംഗ് അഡ്രസ്സ് നിങ്ങൾക്ക് കാണാം, ഈ ഒരു ജനറൽ ബില്ലിംഗ് അഡ്രസ്സ്. അപ്പോൾ അതിന് മുന്നേറ്റ് ഞാൻ ഇവിടെ നിന്ന് നമുക്ക് ചേഞ്ച് മാറ്റി ഇത് മൈ സ്റ്റോർ മാറ്റിയിട്ട് ഫിറ്റ്നസ് ഓറ എന്നുള്ളത് ആഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബ്രാൻഡിന്റെ പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആഡ് ചെയ്യേണ്ടത് fitnessaura@gmail.com ആണ്. തൽക്കാലം ഇപ്പൊ നമുക്ക് വേറെ ഇമെയിൽ ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് ഈ ഇമെയിൽ തന്നെയാണ് നമ്മൾ കറന്റ് ഉള്ള ഒരു ഇമെയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബില്ലിംഗ് ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ കാണാം ഇത് ഇന്ത്യയാണ് ഇതിൽ കിടക്കുന്നത്. അപ്പൊ ഇന്ത്യ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നത് US ലാണ്. അപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അടിച്ചു കൊടുത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വരും. അപ്പൊ ഇതിൽ അഡ്രസ്സ് വയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ അഡ്രസ് ഫോമിൽ നമ്മൾ ശരിക്കും കൊടുക്കേണ്ടത്, നമുക്ക് LLC എടുക്കുന്ന സമയത്ത്, നമ്മൾ കമ്പനി സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്ത്, രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത്, ആ സമയത്ത് നമുക്കൊരു അഡ്രസ്സ് കിട്ടും. നമുക്ക് ആ ഫ്ലോറിഡ, ഇപ്പൊ ഏതാണോ, ഇപ്പോൾ ന്യൂയോർക്ക് ആണെങ്കിൽ ന്യൂയോർക്ക്, ഫ്ലോറിഡ ആണെങ്കിൽ ഫ്ലോറിഡ, മയാമി ആണെങ്കിൽ മയാമി. അപ്പോൾ നമുക്ക് LLC രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇപ്പൊ അവൈലബിൾ ആണ്. നമുക്ക് ഇന്റർനാഷണൽ, നമുക്ക് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വെർച്വൽ അഡ്രസ്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോ നിനക്ക് അങ്ങനെ വെർച്വൽ അഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ വെർച്വൽ അഡ്രസ്സ് ഉണ്ട്, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യും. എനിക്കത് കാണിച്ചു തരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം കുറച്ച് പ്രൈവസിയുള്ള കാര്യങ്ങളാണ് അത്. അപ്പൊ ആക്ച്വലി ഇതിലിപ്പോ ഞാനിപ്പോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോ നിങ്ങൾക്ക് കാണാം ഇത് ലീവ് ചെയ്തേക്കാണ്. അപ്പൊ ഇതിൽ കൺട്രി കൊടുക്കേണ്ടത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിലൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ എറർ വന്നേക്കാം. നമ്മൾ ക്യാൻസൽ ചെയ്ത് നമ്മളിപ്പോ ഇവിടെ തൽക്കാലത്തേക്ക് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ ഇതില് ബാക്കപ്പ് റീജിയൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, മെട്രിക് ഇതാണ്. ഇതിൽ കിടക്കുന്ന ടൈം സോണ് മുംബൈ, ന്യൂഡൽഹി, നമ്മുടെ ടൈം സോണാണ് കിടക്കുന്നത്. ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇന്ത്യയിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഈ മൈ സ്റ്റോർ എന്നുള്ളത് പോയിട്ട് ഇപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈ സ്റ്റോറിന്റെ അവിടെ നമ്മൾ നമ്മുടെ ബ്രാൻഡിന്റെ പേര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഫുൾ ടൈം മൈ സ്റ്റോർ എന്ന് പറഞ്ഞാൽ എടുക്കും. ഫിറ്റ്നസ് ഓറ എന്നാണ് നമ്മുടെ ബ്രാൻഡിന്റെ പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമുക്കായി. ഏകദേശം എല്ലാ കാര്യങ്ങളും റെഡി ആയി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പ്രൊഡക്റ്റ് റിസർച്ചിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഏറ്റവും നല്ല ഫിറ്റ്നസ് പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സപ്ലയർ ആയിട്ടുള്ള സപ്ലൈ പാർട്ട്ണർ സെൻഡ്രോപ്പ്. അപ്പൊ അതിലാണ് പ്രൊഡക്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ബിഗിനിങ് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സെൻഡ്രോപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാടുണ്ട്. സെൻഡ്രോപ്പ് ഉണ്ട്, സ്പോക്കറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് സെൻഡ്രോപ്പ് ആണ്. ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് പഠിക്കാനും ഒപ്പം തന്നെ ചെറിയ രീതിക്ക് ഓർഡേഴ്സ് എടുത്ത് തുടങ്ങാനും സെൻഡ്രോപ്പ് ബെറ്റർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ആപ്സ് കാണാം. ആപ്സിൽ സെൻഡ്രോപ്പ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വരും സെൻഡ്രോപ്പ്. ഓക്കെ, ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ ആ ഒരു ഷോപ്പിഫൈഡ് തന്നെ ആപ്പിന്റെ സെക്ഷനിലേക്കാണ് പോയിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഇതിൽ സെർച്ച് ചെയ്ത് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വരും. ഡ്രോപ്പ് ഷിപ്പിംഗ് അടിച്ചു കൊടുത്താൽ തന്നെ വരും. കണ്ട് ഒരുപാട് ഡ്രോപ്പ് ഷിപ്പിംഗ് ഏജൻസി വരും. മനസ്സിലായോ? ഇതൊക്കെ ഓട്ടോ ഫുൾഫിൽമെന്റ് ആണ്. ഇതിലെല്ലാം ഓട്ടോ ഫുൾഫിൽമെന്റ് ആണ്. പ്രിന്റ് എന്ന് പറഞ്ഞ പ്രിന്റ് ഓൺ ഡിമാൻഡിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെൻ ഡ്രോപ്പ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വലിയ എക്സ്പ്രസ് കണ്ടില്ല, ഏകദേശം 7000-ഓളം ആൾക്കാർ ഇതിൽ ഇതടിച്ചിട്ടുണ്ട്. പിന്നെ CJ ഡ്രോപ്പ് ഷിപ്പിംഗ്, പിന്നെ ഇത് ഒരു റിവ്യൂവിന്റെയാണ്, പിന്നെ ഓട്ടോ DS, ഇതൊക്കെ നമ്മൾ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് സെൻഡ്രോപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യും. ഏകദേശം സെൻഡ്രോപ്പിന് നമുക്ക് മന്ത്ലി തന്നെ ഏകദേശം $70 അടുത്ത് സബ്സ്ക്രിപ്ഷൻ ചാർജും കൂടി വരുന്നുണ്ട്. ഓക്കെ, സെൻഡ്രോപ്പിലാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് നമ്മൾ റൺ ചെയ്യിക്കാൻ പോകുന്നത്. ദെൻ ഈ ഒരു പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നേരെ നമുക്ക് നേരെ ഇൻസ്റ്റാൾ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് അപ്രൂവ് കൊടുക്കുക. നമ്മുടെ ഫിറ്റ്നസ് ഓറ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോർ നമ്മളിപ്പോ പേര് ചേഞ്ച് ചെയ്ത് ഫിറ്റ്നസ് ഓറ എന്നുള്ള ആക്കിയിട്ടുള്ള ഈ ഒരു സ്റ്റോർ ഇതിൽ കണക്ട് ആയിട്ടുണ്ട്. ഓൾറെഡി ഡയറക്റ്റ് തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് ഡയറക്റ്റ് കണക്ട് ആയി. ഇതിൽ നമുക്ക് സെക്ഷൻസ് കാണാം, ഡാഷ്ബോർഡ് കാണാം, ഫൈൻഡ് പ്രൊഡക്ട്സ് കാണാം, ഓർഡേഴ്സ് കാണാം. നമുക്ക് ഫൈൻഡ് പ്രൊഡക്ട്സിൽ പോകാം. ഈ ഒരു സെക്ഷനിൽ
ഇത് കാണാൻ ഒരുപാട് പ്രൊഡക്ട്സുകൾ കാണാൻ നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഏതാണോ നിങ്ങളുടെ നീഷ് ഉദ്ദേശിക്കുന്ന നീഷ് ഏതാണോ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യും. ഞാൻ എടുത്തിരിക്കുന്ന ഫിറ്റ്നസ് റിലേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് ഉണ്ടല്ലേ, ഫോൺ കേസ്, അതുപോലെ തന്നെ ഹുഡീസ് ഉണ്ട്, ഡ്രസ്സുകളുണ്ട്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ട്, ഇയറിങ്സ്, റിങ്സ്, അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. വേണ്ടത് ഫിറ്റ്നസ് റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് സെർച്ചിൽ ഫിറ്റ്നസ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് ജംപ് റോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരും. നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കും. നമുക്ക് ഒരു വിന്നിംഗ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. വിന്നിംഗ് പ്രൊഡക്റ്റിലാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. വിന്നിംഗ് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പകുതി സക്സസ് ആയി. ബാക്കി നിങ്ങളുടെ ഈ പറഞ്ഞ ആഡ്സ് റൺ ചെയ്യുന്ന ബാക്കി അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു വിന്നിംഗ് പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പകുതി കാര്യങ്ങൾ കംപ്ലീറ്റ് ആണ്. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടു, പോർട്ടബിൾ ഫിറ്റ്നസ് എക്യുപ്മെന്റ്. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിക്കുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം മാർക്കറ്റിൽ എത്രത്തോളം സെയിൽസ് ഉണ്ട്, ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് മിനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ആപ്പ് അവൈലബിൾ ആണ്. ജസ്റ്റ് മിനിയ എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ വെബ്സൈറ്റിൽ നമുക്ക് കയറി. അപ്പൊ ഇതിൽ തന്നെ ഇത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഫൈൻഡ് ആഡ്സ് ആൻഡ് കോമ്പറ്റീഷൻ ഇൻ മിനിയ. ഓക്കെ, പിന്നെ സബ്സ്ക്രിപ്ഷൻ ആണ്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഫ്രീ ട്രയലിൽ തന്നെ നമുക്ക് പോവാം. നമുക്ക് ഇതിൽ കാണാം, ഇതിലിപ്പോ തെറ്റിയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പ്രൊഡക്റ്റ് വൈസ് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ചെക്ക് ചെയ്ത സമയത്ത് ഇതിൽ ഏകദേശം ഇതിന്റെ കോസ്റ്റിംഗ് വളരെ കൂടുതലാണ്. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം, ആമസോൺ ഡോട്ടിനിൽ ഏകദേശം 3000 രൂപയുടെ അടുത്ത് ഈ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വേറൊരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കാന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതിന് വരെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, നമുക്ക് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് മൾട്ടി ഫങ്ഷണൽ ഫിറ്റ്നസ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോർഡ് ഈ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു സം വേരിയൻസ് ആർ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് കാണിക്കുന്നത്. $21 ഇതിന്റെ എമൗണ്ട് കാണിക്കുന്നത്. നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല രീതിക്ക് തന്നെ ചെക്ക് ചെയ്ത സമയത്ത് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണ് ഈ കണ്ടത്. ഞാൻ സ്മാർട്ട് റിംഗ് ആൻഡ് ഹെൽത്ത് സ്മാർട്ട് ഫിറ്റ്നസ് റിംഗ്, ഒരു റിംഗ് ആണ്, നമ്മുടെ ഫിറ്റ്നസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിംഗ് ആണത്. എനിക്ക് തോന്നുന്നത് ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, നല്ല മൂവിങ് ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ചെക്ക് നമുക്ക് ഇതിന്റെ ഡാറ്റ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് മിനിയയിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഇനീഷ്യലി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നോ, ഐ ഡോണ്ട് വാണ്ട് ഫ്രീ ട്രയൽ. ഓക്കെ, നോക്കുമ്പോൾ കുഴപ്പമില്ല. മിനിയയിൽ ഇത് ഒരുപാട് പേര് ഈ ഒരു റിംഗിന്റെ ആഡ്സ് റൺ ചെയ്യുന്നവരുണ്ട്. നമുക്ക് ഇതിൽ തന്നെ ഈ വീഡിയോസ് നമുക്ക് ആഡ്സിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോസ് കാര്യങ്ങളെല്ലാം നമുക്ക് ആഡ്സ് റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ ആക്ച്വലി ഈ ഒരു മിനിയ എന്ന് പറഞ്ഞ ടൂളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം നമുക്ക് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉണ്ട്, ആ കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടും കൂടി ഈ ഒരു മിനിയ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി നമുക്ക് പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ കോമ്പറ്റീറ്റർ ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ആ പ്രൊഡക്റ്റിന്റെ ഫോട്ടോ ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോ നമുക്ക് വേണം. ഗൂഗിളിൽ ഒന്ന് ജസ്റ്റ് ഇവിടെ ആമസോൺ ഇന്ത്യയിൽ ഏകദേശം 6000 റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, കോമ്പറ്റേറ്റർ റിസർച്ച് നടത്തി നോക്കാം. ഫോട്ടോ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ അത് വരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നമ്മൾ ആ ഒരു റിങ്ങിനെ പറ്റി നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ വെബ്സൈറ്റുകൾ ഈ ഒരു പ്രൊഡക്റ്റ് സെയിം സെല് ചെയ്യുന്ന നമുക്ക് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് പോസ്റ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്ത് ചെയ്യാം, എക്സാമ്പിൾ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് എടുക്കാം.
ഇതിന് നേരെ ഈ ഒരു ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്ത് എൻ്റർ കൊടുക്കാം. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് മൊത്തം ഡീറ്റെയിൽസ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവർ സെല് ചെയ്യുന്ന കൺട്രി ഏതാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അവർ പ്രൊഡക്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏത് ഡേറ്റിലാണ്, അപ്പോൾ എത്ര ടോട്ടൽ പ്രൊഡക്ട്സ്, എത്ര വരെയുള്ള സ്റ്റോക്ക്, കാര്യങ്ങളെല്ലാം നമുക്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇതിന് നേരെ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ കയറും ചെയ്യാം. ടെസ്റ്റ് കൊടുത്താൽ നമുക്ക് ലിങ്ക് കോപ്പി ചെയ്യാൻ നമുക്ക് നേരെ ഡയറക്റ്റ് ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ആ ഒരു വെബ്സൈറ്റ്. ഇതിലാണ് അവർ ഈ ഒരു പ്രൊഡക്ട്സുകൾ കാര്യങ്ങളെല്ലാം സെല് ചെയ്യുന്നത്. നമുക്ക് ഓരോ പ്രൊഡക്ട്സ് കാര്യങ്ങൾ നോക്കാം. എന്താണെന്നറിയില്ല, ഇതിൽ ആ പ്രൊഡക്റ്റ് കാണുന്നില്ല ആക്ച്വലി. അപ്പൊ നമുക്ക് വേറെ വെബ്സൈറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആക്ച്വലി ഇതില് മിനിയിൽ കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, എനിക്കിത് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ്, മേ ബി എനിക്ക് തോന്നുന്നത് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ ആണ്. ഈ ഒരു സ്റ്റോറിൽ ഈ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നുണ്ട്. ഓൾ പ്രൊഡക്ട്സ് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റ് കാണാനായിട്ട് പറ്റും. എന്താണോ ഇതില് കാണുന്നില്ല. പക്ഷെ ഓക്കെ, നമ്മൾ കോമ്പറ്റീഷൻ റിസർച്ച് നടത്തപ്പോൾ ഇതൊരു നല്ലൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രൊഡക്റ്റ് ആണ്. വലിയ കോമ്പറ്റീഷൻ ഒന്നും കാണാനില്ല. കുറച്ച് വെബ്സൈറ്റ് മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി മാർക്കറ്റിൽ ഇതിന്റെ സെയിം, ഇപ്പൊ ബോട്ടിന്റെ ആണെങ്കിലും പല കമ്പനികളിൽ ഇതിന്റെ സെയിം റിപ്ലിക്കേഴ്സ് അവർ സെല് ചെയ്യുന്നുണ്ട്. അവർ വൈറ്റ് ലാബിൽ ചെയ്തിട്ട് സെല് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലം ഇത് പഠിക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ നമുക്കൊരു ട്രെൻഡിങ് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റോറിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഓൾറെഡി സെൻഡ്രോപ്പ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ആഡ് ടു മൈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോറിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ആഡ് ആവും. നമുക്ക് പ്രൊഡക്റ്റ് കോസ്റ്റ് വരുന്നത് ഏകദേശം $22 വരുന്നത്. പിന്നെ ഷിപ്പിംഗ് ചാർജ് ഏകദേശം വരുന്നത് $6 ഏകദേശം ഷിപ്പിംഗ് ചാർജ്. ടോട്ടൽ $29 വരുന്നത്. നമുക്കിത് വേണമെങ്കിൽ എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു ഒരു $50 $55 നമുക്ക് സെല് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അതിന്റെ ആഡ്സിന്റെ കോസ്റ്റ് ഒക്കെ വരും. അങ്ങനത്തെ ആഡ്സ് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ ട്രെൻഡ് സ്കോറിൽ കൊടുത്തിട്ടുണ്ട്. 98 ആണ് അത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല, നല്ല നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. മനസ്സിലായോ? പല പല പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അതിൽ ഒരു വിന്നിങ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഒറ്റയടിക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അതൊരു വിന്നിങ് പ്രൊഡക്റ്റ് ആവണമെന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വിന്നിങ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ വിന്നിങ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിനിയെ യൂസ് ചെയ്യുന്നത്. മിനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ റിസർച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, സിമിലർ വെബ് എന്നാണ് അതിന്റെ പേര്, സിമിലർ വെബ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ട്രാഫിക് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ട്രാഫിക് എന്തോരുണ്ട്, എത്ര സെയിൽസ് നടന്നു, ആ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു സിമിലർ വെബ് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഏത് വഴിക്കാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്നത്, അവർ ചെയ്യുന്നത് അപ്പോൾ മെറ്റ ആഡ്സ് ആണോ, ഒരു ഗൂഗിൾ ആഡ്സ് ആണോ, അതെല്ലാം നമുക്ക് അതിൽ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ സിമിലർ വെബ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊന്ന് ലോഗിൻ ചെയ്യാം. സിമിലർ വെബിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ലോഗിൻ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇതിൽ ഞാൻ പേസ്റ്റ് ചെയ്യാം. കണ്ടോ, വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വന്നു. ടോട്ടൽ വിസിറ്റ് എത്ര വന്നിട്ടുണ്ട് ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് മെയിൽ എത്ര വിസിറ്റ് വന്നിട്ടുണ്ട്, എവിടെ നിന്നൊക്കെയാണ് വിസിറ്റ്, ഏത് രീതിക്കാണ് വന്നിരിക്കുന്നത്, ഇതെല്ലാം ഇതിൽ കാണാം. ഏറ്റവും കൂടുതൽ ട്രാഫിക് വന്നിരിക്കുന്നത് ഇന്ത്യ എന്നാണ്. യുണൈറ്റഡ് സ്റ്റേറ്റിൽ 3% ആണുള്ളത്, സൗദി അറേബ്യയിൽ 1% ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഏത് ചാനലിൽ നിന്നാണ് ഡയറക്റ്റ് സെയിൽസ് അവർക്ക് വന്നിട്ടുള്ളത് എന്നൊക്കെ ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും.
ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് കയറിയിട്ടില്ല 27% ആൾക്കാർ ഡയറക്റ്റ് വെബ്സൈറ്റ് കയറി, പിന്നെ ഓർഗാനിക് ആയിട്ട് 34%. ഇത് ഭയങ്കര കൂട്ടാണ്. ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്തപ്പോഴാണ് ആ ഒരു വെബ്സൈറ്റ് വന്നത്. അപ്പൊ SEO നല്ല രീതിയിൽ ഈ ഒരു വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡയറക്റ്റ് സെയിൽസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പെയ്ഡ്, ഇത് ഇവർ പൈസ കൊടുത്തിട്ട് നമ്മുടെ ആഡ്സിന് കൊടുത്തിട്ട് 26% ആൾക്കാർ വന്നിരിക്കുന്നത് പെയ്ഡ് അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടാണ്. പിന്നെ റെഫറൻസ്, പിന്നെ സോഷ്യൽ മീഡിയ വഴി ഇത്ര പെർസെന്റേജ് വന്നിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു സിമിലർ വെബ് വഴി കിട്ടും. ഇപ്പൊ നിങ്ങളൊരു പ്രൊഡക്റ്റ് എടുത്തു, ഇപ്പൊ നിങ്ങളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു, ആ പ്രൊഡക്റ്റിന്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള വെബ്സൈറ്റിൽ നമുക്ക് കിട്ടി. അപ്പൊ ആ ഒരു വെബ്സൈറ്റില് ആ ഒരു പ്രൊഡക്റ്റ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്, അതിന്റെ ഓണർ, ആ ഒരു വെബ്സൈറ്റിന്റെ ഓണർ അവർ മാർക്കറ്റ് ചെയ്യുന്ന ഏത് രീതിക്കാന്നുള്ളത് ഈ ഒരു സിമിലർ വെബ് വഴി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ പേഴ്സണലി ചെയ്യുന്നതാണ്. ഞാൻ എന്റെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ പുതിയതായിട്ട് എടുക്കുന്ന സമയത്താണെങ്കിൽ, നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലാണ് ചെയ്യുന്ന സമയത്ത് ഈ സിമിലർ വെബ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. നമുക്കിപ്പോ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പൊ ആക്ച്വലി അത് വർക്കിംഗ് അല്ല, ചെറിയൊരു ലൈസൻസ് ഇഷ്യൂ കാരണം ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. യെസ്, ആ വെബ്സൈറ്റ് ഇതിൽ ഓൾറെഡി വന്നു, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ലാസ്റ്റ് 12,000 ഈ വ്യൂസ് വന്നിട്ടുണ്ട്, ടോട്ടൽ വിസിറ്റ്സ് വന്നിട്ടുണ്ട് ലാസ്റ്റ് മന്ത്. ഇപ്പൊ ഭയങ്കര, ഇപ്പൊ ഈ ഒരു ടൈമിൽ ഭയങ്കര രീതിയിൽ ഡൗൺ കണ്ടില്ല. 43 ആണ് മെയിൽ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു മാസമായിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഡൗൺ ആണ്. നമ്മൾ ട്രാഫിക് സോഴ്സ് ഇന്ത്യ എന്നാണ് നമുക്ക് കണ്ടില്ല. ഏകദേശം 81% നമുക്ക് ഓർഗാനിക് ആണ്. നമ്മൾ ഏകദേശം ഒരു 7 വർഷത്തോളമായി നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ റൺ ചെയ്യുന്നു. ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് അതിൽ ചെയ്യുന്നത്. ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ല, നമ്മുടെ തന്നെ സ്വന്തം പ്രൊഡക്ട്സ് തന്നെയാണ് അതിൽ സെല് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓർഗാനിക്കലി നമുക്ക് 81% ഓർഗാനിക്കലാണ്. നമ്മൾ അതിൽ ആഡ്സ് റൺ ചെയ്യുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ഗൂഗിളിൽ നിന്ന് തന്നെയാണ് എല്ലാ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ പ്രീമിയം പ്ലാന് ഓപ്ഷൻ അവൈലബിൾ ആണ്. ട്രയൽ പീരീഡ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എല്ലാ ഡീറ്റെയിൽസും, വെബ്സൈറ്റിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും, ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് അവർ സെല് ചെയ്യുന്നത്, എല്ലാ ഡീറ്റെയിൽസും ഇത് വരാണ്. ഓർഗാനിക് സെർച്ച് മേക്ക് 50.37% ഓഫ് ദിസ് ട്രാഫിക്. മനസ്സിലായോ? നമുക്ക് ഇത്രയും പെർസെന്റേജ് ട്രാഫിക് നമുക്ക് ഓർഗാനിക്കിലുണ്ട്. ഡയറക്റ്റ് 12% വരുന്നുണ്ട്. മനസ്സിലായോ? പിന്നെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെൻഡ്രോപ്പിലും നിങ്ങൾക്ക് ട്രെൻഡിങ് പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതിൽ തന്നെ സെൻഡ്രോപ്പിൽ ട്രെൻഡിങ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാനായിട്ട് വേണ്ട പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്. അപ്പോൾ മേ ബി നിങ്ങൾ ഒരു ഫിറ്റ്നസ് ഓറിയന്റഡ് ആയിരിക്കില്ല, നിങ്ങൾ ചിലപ്പോൾ ഒരു നോർമൽ ആയിട്ടൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോറാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ കറന്റ് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ആ ഒരു ടൈം പീരീഡിൽ മാത്രം സെല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു കാറ്റഗറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രെൻഡിങ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ കറന്റ് ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇതിൽ തന്നെ ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ബനാന കാറ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് ആക്ച്വലി നല്ലൊരു പ്രൊഡക്റ്റാണ്. നോക്കൂ, ഇത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല രീതിക്ക് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഏകദേശം കുറച്ച് മുന്നേ വരെ നല്ല രീതിയിലൊരു ഈ ഒരു കാറ്റ് ഇങ്ങനെ കരയുന്ന രീതിയിലുള്ള വീഡിയോ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഡയറക്റ്റ് സ്റ്റോർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആഡ് ടു പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ സ്റ്റോറിലേക്ക് ആഡ് ആവും. ഇത് നമുക്ക് അതിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് റിസർച്ച് നടത്തണമെങ്കിൽ നമുക്ക് മിനിയയിൽ തന്നെ ഡയറക്റ്റ് റിസർച്ച് ചെയ്യാം. ഒപ്പം തന്നെ ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള നമുക്ക് വെബ്സൈറ്റുകൾ നോക്കിയിട്ട് ഇതുപോലെ ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ വെബ്സൈറ്റുകളിലാണോ ഈ പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ആ വെബ്സൈറ്റുകളൊക്കെ അതിൽ ഓട്ടോമാറ്റിക്കലി വരും. ആ വെബ്സൈറ്റുകൾ വെച്ചിട്ട് നമുക്ക് സിമിലർ വെബിൽ എന്തോരം ട്രാഫിക് ഉണ്ട്, എത്ര സെയിൽസ് വന്നു, എങ്ങനെയാണ് സെയിൽസ് വരുന്നത്, അതെല്ലാം നമുക്ക് അതിൽ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ട്രെൻഡിങ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വലിയ ടാസ്ക് ഇല്ല. പലരും യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നവർ പറയും ഭയങ്കര ടാസ്ക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഈസി മെത്തേഡാണ്, അല്ല വളരെ ഈസിയാണ്. പക്ഷെ പലരും പല ടൂളുകളും നമ്മളെ പരിചയപ്പെടുത്തും. ആക്ച്വലി മിനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, അത് ആക്ച്വലി അത് പെയ്ഡ് ആണ്. ഏകദേശം മന്ത്ലി 6,000 റുപ്പീസ് അതിന് പേയ്മെന്റ് കൊടുക്കാനുണ്ട് ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാനിന്. സംഭവം അതിനുള്ള യൂസ് ഉണ്ട്. നമുക്ക് പ്രൊഡക്റ്റിന്റെ ആഡ്സ് റൺ ചെയ്യാനുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് കിട്ടും. പക്ഷെ മിനിയെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന്റെ മന്ത്ലി 6,000 റുപ്പീസ് നമുക്ക് ഒരിക്കലും പേ ചെയ്യാൻ പറ്റാവുന്നതല്ല. പക്ഷേ ഒരു ഇന്ത്യൻ സിറ്റിസന് ഈ ഒരു എമൗണ്ട് വളരെ വലിയ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഫ്രീ ട്രയലിൽ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. പക്ഷെ പലരും പറയും ഇതിന്റെ പ്ലാൻ എടുക്കാനൊക്കെ പറയും. ഓക്കെ, ആക്ച്വലി നമുക്ക് ഇതിന്റെ ഒരു വീഡിയോ കിട്ടണമെങ്കിൽ ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇമേജസ് വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോസ് കിട്ടും. നമുക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ആഡ്സിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പലരും യൂട്യൂബേഴ്സ് ഇത് പറയുന്നത് വെച്ചാൽ മിനിയയുടെ കൊളാബറേഷൻ ഉണ്ട്. പലരും ഇതിന്റെ കൊളാബറേഷൻ എന്ന് വെച്ചാൽ അവർക്ക് ഈ മിനിയയുടെ നിങ്ങൾ ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം ഒരു 20%, 40% അവർക്ക് കമ്മീഷൻ പോകും.
മനസ്സിലായോ? ആക്ച്വലി എനിക്ക് ആ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു, മിനിയെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ, ഈ രീതിക്ക് മിനിയുടെ ടൂള് പുറത്തേക്ക് നമുക്ക് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ തരാം, ഇത്ര പെർസെൻറ്റേജ് തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഈ മിനിയുടെ ടീം മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റ് ഇല്ല എന്ന രീതിയിൽ തന്നെ ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ഇപ്പോൾ കറന്റ്ലി ഇത് ഇപ്പോൾ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പറ്റി പറയുന്നത് യൂട്യൂബേഴ്സൊക്കെ മെയിൻലി മിനിയായിരിക്കും പിടിച്ചു നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ മിനിയെ അവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇതിൽ അവരിങ്ങനെ മിനിയെ പറ്റി ഇങ്ങനെ പൊക്കി പൊക്കി പറയും, ഇത് നല്ല രീതിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഫ്രീലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫ്രീ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ഗൂഗിൾ ലെൻസ് തന്നെ വലിയൊരു ടൂളാണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് അതിൽ നിന്ന് നമ്മുടെ രീതിയിൽ തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആ ഒരു ഓരോ വെബ്സൈറ്റുകൾ എടുത്ത് സിമിലർ വെബിൽ നമുക്ക് ആ വെബ്സൈറ്റുകൾ ട്രാഫിക് കാര്യങ്ങളൊക്കെ നോക്കി നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടുന്നതായിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പലരും ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുക്കാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല വെബ്സൈറ്റ് ഇതിന്റെ വീഡിയോസ്, ഈ ഒരു പ്രൊഡക്റ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ, ടിക്ടോക്കിലുള്ള വീഡിയോസ്, പല സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് VPN യൂസ് ചെയ്ത് ടിക്ടോക്ക് ഓൺ ആക്കി ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേര് അടിച്ചു കൊടുത്തിട്ട് ടിക്ടോക്ക് വീഡിയോ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരുപാട് ആപ്ലിക്കേഷൻ, അതിൽ ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. വെറുതെ 6000 രൂപ കൊടുത്തിട്ട് ഈ ഒരു മിനി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റുകളുടെ ട്രെൻഡ് അനലൈസ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ പറഞ്ഞ വെറുതെ കോംപ്ലിക്കേഷൻ ആകണില്ല. നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ സ്റ്റോറിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പ്രൊഡക്റ്റ് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ മാറി 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 പറഞ്ഞ് വേറെ വേറെ പ്രൊഡക്റ്റുകളിലേക്കായി. ഓക്കെ, ഫിറ്റ്നസ് റിലേറ്റഡ് ഒരുപാട് പ്രൊഡക്ട്സുകൾ ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ യോഗ ഹെഡ് ബാൻഡ്, ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കിപ്പോൾ ഇത് ലേണിംഗ് സ്റ്റേജ് ആണ്. നമുക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് നേരെ ഡയറക്റ്റ് ആഡ് ടു അവർ സ്റ്റോർ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് കാറ്റഗറി ഓൾറെഡി അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പബ്ലിഷ് ടു അവർ സ്റ്റോർ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് സെക്ഷനിൽ ഒരു പ്രൊഡക്റ്റും ഇല്ല. ഇപ്പോൾ ഞാൻ റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. ആ ഒരു പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിൽ ലിസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. മേ ബി കുറച്ച് ടൈം എടുക്കും തോന്നുന്നു. സാധാരണ അപ്പോൾ തന്നെ ലിസ്റ്റ് ആവേണ്ടതാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ കാണാം. നമുക്ക് ആ പ്രൊഡക്റ്റ് ഇതിൽ കാണാം. ഡയറക്റ്റ് ഇപ്പോൾ ആക്റ്റീവായിട്ട് കാണിക്കുന്നുണ്ട്, പബ്ലിഷ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ വേറൊരു പ്രൊഡക്റ്റ് കൂടി ഞാൻ ആഡ് ചെയ്തു. നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം സെൻട്രോപ്പിൽ തന്നെ ഡയറക്റ്റ് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇൻവെന്ററി ആഡ് ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിൽ പ്രോപ്പർലി ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് നമ്മുടെ സ്റ്റോറിൽ ഇത് വ്യൂ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്കിതൊരു നന്നായിട്ട് തോന്നുന്നില്ല. നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമൈസേഷൻ ചെയ്യാനായിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് പേജ് നല്ല രീതിക്ക് മാറ്റാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് പേജ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, പ്രൊഡക്റ്റ് പേജ് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഓൺലൈൻ സ്റ്റോർ പോവാം. ഓൺലൈൻ സ്റ്റോറിൽ കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്യാം. അതിൽ പ്രൊഡക്ട്സ് ക്ലിക്ക് ചെയ്യാം. പ്രൊഡക്ട്സ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ഡിഫോൾട്ട് പ്രൊഡക്റ്റായിട്ട് ഷോപ്പിഫൈക്കാർ സെലക്ട് ചെയ്ത് തന്നു. അപ്പോൾ മൊബൈൽ വ്യൂവിൽ ഏകദേശം ഇങ്ങനെ ആയിരിക്കും കാണാം. മൊബൈൽ വ്യൂവിൽ ഓക്കെ, കുഴപ്പമില്ല. മൊബൈൽ വ്യൂവിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഈ പറയുന്ന വെബ് വ്യൂവിൽ ഏകദേശം ഈ ഒരു രീതിക്കാണ് കാണിക്കുന്നത്. നമുക്ക് അതൊരു വൃത്തിയില്ലാത്ത രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫോട്ടോസ്, വീഡിയോസ്, കാര്യങ്ങൾ വേണം. നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ തന്നെ ഇത് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് ഗൂഗിളിൽ നിന്ന് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നല്ലൊരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ.
ഓക്കെ, ആ സെയിം പ്രൊഡക്റ്റ് കണ്ടില്ലേ? ഇതാ ഒരു സെയിം പ്രൊഡക്റ്റ് ആണ്, സെയിം ആയിട്ടാണ്. ഇതൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോറും കൂടിയാണ്. കണ്ടില്ലേ, USA ബേസ്ഡ് ആണിത്. ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ $31 സെല്ല് ചെയ്യുന്നത്. അപ്പം നമ്മളിതിൽ സെൻഡ്രോപ്പിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടത് ഏകദേശം $5. അപ്പോൾ ഈ $5 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 400-450 രൂപ. ആ ഒരു ഐറ്റം ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോറിൽ joyscore.com എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോറിൽ $31 സെല്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നമുക്കിത് സിമിലർ വെബിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു വെബ്സൈറ്റിൻ്റെ ട്രാഫിക് എങ്ങനെയാണ്, എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. ഏകദേശം വളരെ കുറച്ച് ട്രാഫിക്കാണ് ഇതിലുള്ളത്, വലിയ രീതിക്ക് സെയിൽസ് കാര്യങ്ങളില്ല. ഇന്ത്യൻ ബേസ്ഡ് ആണ്. ഓക്കെ, സംഭവം ഇന്ത്യൻ ബേസ്ഡ് ആണ്. ഇതിപ്പോൾ മേ ബി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ ആയിരിക്കണം. മേ ബി സെൻട്രോപ്പ് തന്നെയായിരിക്കും അതിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇത് വന്നിട്ടില്ല. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ എൻ്റെ ട്രയൽ പീരീഡ് എൻഡ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അപ്ഗ്രേഡ് പ്ലാൻ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് പുതിയതായിട്ട് ലോഗിൻ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ 15 days ഫ്രീ ട്രയൽ പീരീഡ് കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് കിട്ടും. ഈ ഒരു പ്രൊഡക്റ്റ് വീഡിയോസ്, ഈ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് ഇത് നമ്മുടെ സ്റ്റോറിലേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? ആ പ്രൊഡക്റ്റ്, ഈ ഒരു ഫോട്ടോ നമുക്ക് നമ്മുടെ സ്റ്റോറിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. കാരണം അവരുടെ ബ്രാൻഡോ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, നോ ഇഷ്യൂസ്. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. ദെൻ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പേജ് നമുക്കൊരു നല്ല രീതിക്ക് തോന്നുന്നില്ല, അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിക്ക് നമുക്ക് തോന്നുന്നില്ല. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, റിവ്യൂസ് ആഡ് ചെയ്യാം. റിവ്യൂസ് ആഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നേ ഉള്ളൂ. നമുക്ക് അലി റിവ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഷോപ്പിഫൈയിലുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കണക്ട് ചെയ്യാം. നല്ല രീതിക്ക് തന്നെ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇമെയിൽ അയച്ചുകൊണ്ട് തന്നെ ആ ഒരു റിവ്യൂസ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസ് അവർ ഓട്ടോമാറ്റിക്കലി കളക്ട് ചെയ്യും, അലി റിവ്യൂസ്. അതുപോലെ തന്നെ ജഡ്ജ് മീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പേജിൽ റിവ്യൂസ് ആഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ജഡ്ജ് മീ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അലി റിവ്യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് റിവ്യൂസ് ഇതിൻ്റെ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇത് വളരെയധികം തിങ്ക് ചെയ്യേണ്ട നമ്മുടെ പ്രൊഡക്റ്റ് പേജ്. അത് പക്ക പ്രോപ്പർലി നല്ല രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്താലാണ് ഫോറിനേഴ്സ് നമ്മുടെ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യുള്ളൂ. കാരണം അവർ നോക്കുന്ന പല കാര്യങ്ങളുണ്ട്. കമ്പനിയുടെ പേര്, അവരുടെ കമ്പനി ഇമെയിൽ, കമ്പനി അഡ്രസ്സ്, അതൊക്കെ അവർ ചെക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പേയ്മെന്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും, ഇപ്പം അത് US ബേസ്ഡ് കമ്പനിയാണ്. ഇപ്പോൾ USA ഇപ്പോൾ LLC ഉണ്ട്. നിങ്ങൾക്ക് ഒരു USA നിങ്ങളൊരു കമ്പനി രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്, LLC രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവാം അത് US ബേസ്ഡ് ഒരു കമ്പനിയാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ട്രസ്റ്റ് കൂടും, നല്ല രീതിയിലുള്ള കൺവേർഷൻസ് നടക്കും, നല്ല രീതിയിലുള്ള സെയിൽസ് നടക്കും. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഞാനിപ്പോൾ അത് പിന്നീട് കാണിച്ചു തരാം. ആഡ്സ്, ഈ പറയുന്ന റിവ്യൂസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതൊന്ന് കുറച്ച് മാറ്റങ്ങൾ ഞാൻ വരുത്താം. ഓക്കെ, കളർ സ്കീം കറക്റ്റ് തന്നെയാണ്, നമുക്ക് കുഴപ്പമില്ല. വേണമെങ്കിൽ ഇതിൽ കളർ സ്കീമുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ റെഡും വൈറ്റാണ് കിടക്കുന്നത്, കുഴപ്പമില്ല. പിന്നെ ഇതിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ജിഫ് കാര്യങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ജിഫ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫിറ്റ്നസ് യോഗ ബാൻഡ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇതിൻ്റെ വീഡിയോസ് ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റ് റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. കാണാം. ഈ ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് യൂട്യൂബ് വീഡിയോ ഡൗൺലോഡർ എന്നുള്ള രീതിക്ക് നമുക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് വീഡിയോ ഡൗൺലോഡേഴ്സ് അവൈലബിൾ ആണ്. പലരും ഡയറക്റ്റ് ഇതിൽ നിന്ന് മിനിയെന്ന് സിമ്പിളി നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. മിനിയ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ മന്ത്ലി ചാർജസ് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മളും യൂസ് ചെയ്യാറ്. ഓക്കെ,
യെസ്, ഇൻ പ്രോസസ്സിംഗ് ആണ് ഡൗൺലോഡ്. ദെൻ ഡൗൺലോഡ് വീഡിയോ ക്ലിക്ക് ചെയ്തു. നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് ജിഫ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്യാൻവ യൂസ് ചെയ്യാം. ക്യാൻവ പ്രോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ക്യാൻവ യൂസ് ചെയ്യാൻ പറ്റില്ല, ക്യാൻവ പ്രോ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ക്യാൻവയിൽ ഫ്രീ ഓപ്ഷനിൽ നമുക്ക് ജിഫായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ നമുക്ക് ജിഫായിട്ട് പ്രൊഡക്റ്റ് പേജിൽ ജിഫ് വീഡിയോസ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു EZGIF എന്ന് പറഞ്ഞ .com EZGIF.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് ഇതിൽ ഡയറക്റ്റ് വിത്ത് വൺ അപ്ലോഡ്, നിങ്ങളുടെ വീഡിയോ ഏതാണോ അതിൽ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നിങ്ങളുടെ വീഡിയോ ജിഫ് ആക്കിയിട്ട് തന്നെ ഡയറക്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ അപ്ലോഡ് വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്തു. വിത്തിൻ 10 സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ആ ഒരു വീഡിയോ ഫുള്ള് ഒരു ജിഫ് വീഡിയോ ആക്കിയിട്ട് നമുക്ക് ഇവർ തരും. ഓക്കെ, ദെൻ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കൺവേർട്ട് ടു ജിഫ് നമുക്ക് ക്ലിക്ക് ചെയ്തു. ഞാൻ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആക്കുന്നില്ല. ക്യാൻവയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടൂൾസ് ഒക്കെ ഒരുപാട് കാണുമ്പോൾ പേടിയാവും. ഇത് ഡയറക്റ്റ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജിഫ് ആക്കി നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ക്യാൻവ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇന്ന നിശ്ചിത സൈസിലാണ് വേണ്ടത്, ഇത്ര സൈസ് വേണ്ട, റീൽസിന് സൈസ് വേണ്ട. നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഇത്ര ഇപ്പോൾ 100x100 സൈസിലാണ് വേണ്ട, അല്ലെങ്കിൽ 1000x1000 സൈസിലാണ് വേണ്ട. അങ്ങനെയുള്ള സൈസുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻവ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഡയറക്റ്റ് സേവ് ഇമേജസ് കൊടുക്കാം. നമുക്ക് ഡൗൺലോഡ്സിലേക്ക് നമുക്ക് ഡയറക്റ്റ് സേവ് ചെയ്യാം. അപ്പൊ അത് ജിഫ് ഡയറക്റ്റ് സേവ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പേജിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോയിട്ട് പ്രൊഡക്റ്റ് പേജിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഈ ഒരു ജിഫ് വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാനായിട്ടുള്ള സോറി ഇതിലായിരുന്നു ആഡ് ചെയ്യേണ്ടത്. എപ്പോഴും ഡ്രോപ്പ് ചെയ്തിട്ട് ആക്ച്വലി നേരെ ഡയറക്റ്റ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ചിലതിൽ വർക്ക് ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് അപ്ലോഡ് ചെയ്തു. ഡൺ. ഓക്കെ, നമ്മളത് സേവ് ചെയ്തു. നമുക്ക് പ്രൊഡക്റ്റ് പേജ് നമുക്ക് കാണാം. ഈ ഒരു പ്രൊഡക്റ്റ് പേജിൽ ആ ഒരു ജിഫ് വീഡിയോ വന്നിട്ടുണ്ട്. ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രൊഡക്റ്റ് പേജ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് കുറച്ച് ക്ലാരിറ്റി ഇല്ല. അത് ഇത്രയും വലിയ എന്റെ ഡിസ്പ്ലേ ആക്ച്വലി വലുതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ശരിക്കും മൊബൈൽ മോഡിൽ ഞാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഓൺലൈൻ സ്റ്റോർ വരാം. ഓൺലൈൻ സ്റ്റോർ വന്നിട്ട് കസ്റ്റമൈസ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ദെൻ പ്രൊഡക്റ്റ് വൈസ് ആണ്, നമ്മൾ പ്രൊഡക്റ്റ് പേജ് മാത്രമാണ് കറന്റ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഫുൾ സ്റ്റോർ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നില്ല കറന്റ്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം പ്രൊഡക്റ്റ് പേജ് കുഴപ്പമില്ലാത്ത രീതിയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ റിവ്യൂസ് ആഡ് ചെയ്യണം. റിവ്യൂസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക പ്രൊഡക്റ്റ് പേജ് ആയി. ഓക്കെ, നമുക്കിത് കാണാം. മൊബൈൽ വ്യൂ കണ്ടോ? ഈ ഒരു സംഭവം, ഇത് വീഡിയോ ആക്ച്വലി ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്താണ്. യൂട്യൂബ് ഷോർട്സിന്ന് ഇപ്പോൾ ഇൻഫ്ലുവൻസർമാർ ഇട്ടിട്ടുള്ള പല വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്റ്റ് പേജിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനിയിപ്പോ വലിയ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളും വരാനില്ല. നമുക്ക് നമ്മുടെ മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. പക്ഷെ ബൈ ചാൻസ് ഈ ഇൻഫ്ലുവൻസർ ഇത് കണ്ടിട്ട് നമുക്ക് മെയിൽ അയക്കാണ്, നിങ്ങളുടെ സ്റ്റോറിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഇട്ടിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയണം. ഓക്കെ, സോ കുഴപ്പമില്ല. നമ്മൾ പ്രൊഡക്റ്റ് പേജ് കാര്യങ്ങളെല്ലാം വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോ നമുക്ക് റിവ്യൂസ് ആഡ് ചെയ്യാം. ഓക്കെ, റിവ്യൂസ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത് വലിയ റിവ്യൂസ് ആണ്. ഓക്കെ, നമുക്ക് ആപ്ലിക്കേഷൻ ഷോപ്പിഫൈ ആപ്ലിക്കേഷൻസ് ആപ്സിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ അലി റിവ്യൂസ് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്തപ്പോൾ വന്നിട്ടുണ്ട്. അലി റിവ്യൂസ് എന്നുള്ള പേര്, അലി കുഡോസി റിവ്യൂസ് എന്നുള്ള പുതിയൊരു പേര് വന്നിട്ടുണ്ട്. മേ ബി അലി റിവ്യൂസ് എന്ന അവരുടെ പേരെടുത്തുകൊണ്ട് മേ ബി മറ്റേ അലി എക്സ്പ്രസ് വരെ എന്തെങ്കിലും പണി കൊടുത്തത് കൊണ്ടായിരിക്കാം മേ ബി അവർ കുഡോസി റിവ്യൂസ് എന്നുള്ള പേരിൽ അവർ പുതിയത് ഇറക്കിയത്. നല്ല ബെസ്റ്റ് സർവീസ് ആണ്. പക്ഷെ ഇതിന്റെ പ്ലാന് ഏകദേശം നല്ല റേറ്റ് ആണ്. ഏകദേശം 1000 റുപ്പീസ് മന്ത്ലി ഇതിന്റെ പ്ലാൻ വരുന്നുണ്ട്. പക്ഷെ ഇതില് നമ്മുടെ പ്രൊഡക്റ്റ് പേജ് കിട്ടില്ലെന്നായിരിക്കും. കാരണം
നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഒരു പ്രീമിയം ലെവലിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കും. പിന്നെ ഇതൊരു ഫ്രീ പ്ലാനിൽ 10 റിവ്യൂസ് ആണ് നമുക്ക് ഒരു പ്രൊഡക്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അലി എക്സ്പ്രസിലുള്ള പ്രൊഡക്ട്സുകൾ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആമസോണിലും ഇബേയിലും ടെമൂലും എക്സിയിലും എല്ലാത്തിലുള്ള ഇത് നമുക്ക് റിവ്യൂസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കാണിച്ചത് നമുക്ക് ഏകദേശം കണ്ടില്ലേ. നമ്മളത് ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്തു. നമ്മൾ ഇതിന്റെ പ്ലാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. 7 days നമുക്ക് ട്രയലാണ്. അതിനുശേഷമാണ് $14 ബില്ല് വരുന്നത്. ഓക്കെ, നമ്മൾ പ്ലാൻ ചൂസ് ചെയ്തു. ഇതിന്റെ ഈ ഒരു റിവ്യൂസിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷന്റെ നമുക്ക് നമ്മുടെ കസ്റ്റമർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് മെയിൽ പോകും. ഡെലിവേർഡ് ആയി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആയി ഇമെയിൽ പോകും. ഇമെയിലും അതുപോലെ തന്നെ SMS ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. എന്നിട്ട് റിവ്യൂ അവരിൽ നിന്ന് ഡയറക്റ്റ് ഓട്ടോമാറ്റിക് കളക്ട് ചെയ്യും. പിന്നെ അതിന്റെ കൂടെ തന്നെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രീതിയിൽ ആമസോൺ ആണെങ്കിലും അതുപോലെ തന്നെ ഏത് ടെമൂന്നാണെങ്കിലും ഏതിന് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് കസ്റ്റമേഴ്സ് ഇട്ടിട്ടുള്ള റിവ്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ഡയറക്റ്റ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് രീതിയിലാണ് റിവ്യൂസ് കാണിക്കേണ്ടതെന്നാണ് ഇതിൽ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാം, ഇങ്ങനെ വരുമ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിലാണ്. നമ്മൾ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ തീം കസ്റ്റമൈസേഷനിൽ ചെന്നിട്ട് ഈ ഒരു ആപ്സിന്റെ സെക്ഷനിൽ ഇത് 3 സെക്ഷൻ വരും. കസ്റ്റമൈസേഷൻ സെക്ഷൻ, ഒന്ന് തീം, പിന്നെ അടിയിൽ ആപ്പ്. അപ്പൊ ഇതില് നമ്മൾ ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് ആക്ടിവേറ്റ് ചെയ്തു, നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, ഫിനിഷ്. ദെൻ ഇമ്പോർട്ട് റിവ്യൂസ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇമ്പോർട്ട് റിവ്യൂസ് എന്ന ഓപ്ഷൻ വന്നു. ഓക്കെ, നമുക്കിപ്പോ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഇത് നമുക്ക് ടെമൂല് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോ ഇതിപ്പോ ഇതൊക്കെ എക്സ്റ്റൻഷൻസ് ആണ്. ഇതിൽ നമുക്ക് ഈ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രൊഡക്റ്റിന്റെ പേജിലുള്ള റിവ്യൂസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഷോപ്പിഫൈയിൽ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് കയറും. ഓക്കെ, കളക്ട് റിവ്യൂസ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിൽ മാനേജ് റിവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരാൾ റിവ്യൂ ചെയ്തു അത് ഓട്ടോമാറ്റിക്കലി ഒരിക്കലും ഇതിൽ വരില്ല, നമുക്ക് ഷോ ചെയ്ത് കാണിക്കില്ല. നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്ത് നമ്മളത് വെരിഫൈ ചെയ്താൽ മാത്രമാണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ റിവ്യൂസ് നമ്മുടെ പേജിലേക്ക് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് സാമ്പിൾ നമുക്കൊരു റിവ്യൂ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൾക്ക് ഇമ്പോർട്ട് ഫ്രം അലി എക്സ്പ്രസ് വിത്ത് AI എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ അതിന് വേണ്ടി ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് അലി എക്സ്പ്രസിൽ മേ ബി ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിലുള്ള റിവ്യൂസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിൽ ഓട്ടോമാറ്റിക്കലി കയറും. അപ്പോൾ ഫിറ്റ്നസ് യോഗ ഹെഡ് ബാൻഡ് ആണ്. ഓട്ടോമാറ്റിക്കലി സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ഇമ്പോർട്ടിങ് ഏകദേശം 43 റിവ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. യെസ്, ഇതിൽ ഏകദേശം 17+ റിവ്യൂസ് ഇതിൽ ലിസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, മേ ബി എനിക്ക് തോന്നുന്നത് ഇത് പബ്ലിഷ് ആയിട്ടുണ്ടായിരിക്കും. ആഡ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. നമുക്ക് വീണ്ടും പുതിയതായിട്ട് നമുക്ക് വീണ്ടും നമുക്ക് റിവ്യൂസ് ആഡ് ചെയ്യാം.
യെസ്, യാ. എനിക്ക് തോന്നുന്നു റിവ്യൂസ് ആഡ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പ്രൊഡക്റ്റ് പേജ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ അലി റിവ്യൂസ് വെച്ചിട്ട് നമ്മൾ കുറച്ച് റിവ്യൂസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. പക്ഷേ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റോർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ അടിയിൽ ഈ ഒരു റിവ്യൂസ് ഷോ ആവുന്നില്ല. അതെന്തോ സംതിങ് ടെക്നിക്കൽ എററാണ്. അത് ഈ അലി റിവ്യൂസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു എററാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ റിവ്യൂസ് ആഡ് ചെയ്യാനായിട്ട് വേറെയും ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അപ്പൊ അതിൽ അടുത്തത് ഒന്നാണ് ജഡ്ജ് മീ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശരിക്കും ഈ അലി റിവ്യൂസ് ആണ് ബെസ്റ്റ്. കാരണം കുറച്ച് എമൗണ്ട് കൂടുതലാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് പേജിൽ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഷോ ചെയ്യും. ഓക്കെ, നമുക്ക് വെരിഫൈഡ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ കണ്ടോ, ആഡ് ടു വെരിഫൈഡ് പർച്ചേസ്. ഇങ്ങനെ വെരിഫൈഡ് പർച്ചേസ് ഒക്കെ നമുക്ക് കൊടുത്ത് ഏതെങ്കിലും റിവ്യൂസ് ടോപ്പിലൊക്കെ നമുക്ക് പിൻ ചെയ്തിടാൻ. ഇമ്പോർട്ട് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബൾക്ക് ഇമ്പോർട്ട് ഫ്രം അലി എക്സ്പ്രസ് AI നമ്മൾ കൊടുത്തു. അതിൽ സ്റ്റാർട്ട് ബൾക്ക് ഇമ്പോർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വന്നു. ഈ പ്രൊഡക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തു, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു. ദെൻ നമുക്ക് ഏതാണോ ഇപ്പൊ അലി എക്സ്പ്രസ് ഈ ഒരു പ്രൊഡക്റ്റ് എവിടെയൊക്കെയാണോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ സപ്ലയർ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, അവരുടെ എല്ലാം അവരിത് പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ദെൻ സ്റ്റാർട്ട് ഇമ്പോർട്ടിങ് നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ ഇതിനൊരു 1 മിനിറ്റിനുള്ളിൽ തന്നെ റിവ്യൂസ് എല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഒരു സ്റ്റോറിലേക്ക് ആഡ് ആവും. ഓക്കെ, സംതിങ് ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഇതിപ്പോ നമ്മുടെ സ്റ്റോറിലേക്ക് കാണാത്തത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിപ്പോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ജഡ്ജ് മീ വഴി നമുക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതില് റിവ്യൂസ് ആഡ് ആയിട്ടുണ്ട്. നേരെ പബ്ലിഷ് ഓൾ റിവ്യൂസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ റിവ്യൂസ് ഇപ്പോൾ പബ്ലിഷ് ആവും. ഓക്കെ, ഡൺ. നമ്മുടെ റിവ്യൂ പബ്ലിഷ് ആയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മാനേജ് റിവ്യൂസിൽ കാണാം നമുക്ക് 21 റിവ്യൂസ്, അതിന്റെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം. ഇത് ആക്ച്വലി റിയൽ പർച്ചേസ് നടത്തിയതിന്റെ റിവ്യൂസ് ആണ്. കണ്ടോ, നമുക്ക് മീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് ആക്ച്വലി റിയൽ റിവ്യൂസ് കളക്ട് ചെയ്തതിന്റെയാണ് ഇതെല്ലാം കാണിക്കുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ജഡ്ജ് മീ നമുക്ക് നോക്കാം. കാരണം ഇത് സംതിങ് ടെക്നിക്കൽ എറർ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആപ്സിൽ കയറിയിട്ട് ജഡ്ജ് മീ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ജഡ്ജ് മീ പ്രൊഡക്റ്റ് റിവ്യൂസ്. ഓക്കെ, തന്നെ നമുക്ക് ജഡ്ജ് മീൻ അടിച്ചപ്പോൾ വന്ന ഏകദേശം 29,000 റിവ്യൂസ് ഉണ്ട്. നമുക്ക് നേരെ ഇൻസ്റ്റാൾ അടിക്കാം. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്തു. യെസ്, കറണ്ട് തീമിലാണ് വേണ്ടത്. സ്റ്റാർട്ട് സെറ്റപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, കണ്ടിന്യൂ കണ്ടിന്യൂ കണ്ടിന്യൂ. ഓക്കെ, ദെൻ നമുക്ക് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ പിൻ ചെയ്തിടാം. നമുക്ക് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ നോക്കാം. കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആപ്സിൽ കാണാം ജഡ്ജ് മീ ഓൾറെഡി നമ്മൾ ആക്റ്റീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളത് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് പേജിലും കൂടി അത് ജഡ്ജ് മീ ഒന്ന് ആക്റ്റീവ് ചെയ്യാം. അടുത്ത സെക്ഷനിൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റാർ റേറ്റിംഗ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ഓട്ടോമാറ്റിക്കലി എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് അതിന്റെ റിവ്യൂസ് കാര്യങ്ങളെല്ലാം നമ്മുടെ വന്നു. എനിക്ക് തോന്നുന്നു AI സെൻസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നത്. ഓക്കെ, നമ്മൾ ആ 2 സെക്ഷൻ ആഡ് ചെയ്തു, സേവ് ചെയ്തു. നമുക്ക് മൊബൈൽ വ്യൂവിൽ ഈ ഒരു പ്രൊഡക്റ്റ് പേജ് നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് പേജ്. $34 നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ റിവ്യൂസ് കാര്യങ്ങളെല്ലാം ജഡ്ജ് മീ വഴി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് ലോഗോ. ഇതുവരെ നമ്മൾ ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ലോഗോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാൻവയിൽ തന്നെ പോയിട്ട് നമുക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ്
ഫിറ്റ്നസ് ബ്രാൻഡ് എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ഒരുപാട് ലോഗോസ് ഇങ്ങനെ വരും. അതിൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഏത് വേണമെങ്കിലും ലോഗോസ് നമുക്ക് അതിന് ചൂസ് ചെയ്യും. മേ ബി ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഈ ഒരു ലോഗോ ആണ്. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് ഫിറ്റ്നസ് ഓറ എന്ന് കൊടുക്കാം. ഓക്കെ, തൽക്കാലം നമ്മൾ ഈ ഒരു ലോഗോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ലോഗോ ഒരു ലോഗോ വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾ ചൂസ് ചെയ്യുന്ന പേര്, ആ പേര് വേറെ ഏതെങ്കിലും ബ്രാൻഡുകൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് ചെക്കറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത ബ്രാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബ്രാൻഡിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡുകൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, മേ ബി ഹൈ സ്കെയിലിംഗ് നിങ്ങൾ സ്കെയിലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോഗോന്റെ പേര് ആ ഒരു നെയിമിന്റെ പേരിലും നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ PNG-യിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു ലോഗോ നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഇത് ജസ്റ്റ് ഒരു PNG ഫയലായിട്ടാണ് ഇതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് remove.bg എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തു, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ ഇതിന്റെ മുകളിലത്തെ സെക്ഷനിൽ തന്നെ നമുക്ക് കാണാം, ഹെഡർ സെക്ഷൻ കാണാം. അതിൽ ലോഗോ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല നമ്മൾ. അപ്പോൾ ലോഗോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു. ലോഗോ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ തീം സെറ്റിംഗ്സിൽ പോയിട്ട് ലോഗോ ആൻഡ് ഫേവറേറ്റ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഡിഫോൾട്ട് ലോഗോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ലോഗോ ഓൾറെഡി ഇവിടെ ഉണ്ട്. നമ്മളത് ഡ്രാഗ് ചെയ്തു ഇതിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താണ്. ദെൻ ഫേവിക്കോൺ, അത് നമുക്ക് ഇത് തന്നെ കൊടുക്കാം. ഓക്കെ, ഫേവിക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഇപ്പോൾ ഈ ഒരു ജസ്റ്റ് മുകളിൽ കണ്ടോ, ക്യാൻവ ഓപ്പൺ ചെയ്ത സമയത്ത് ഈ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇത് കിടക്കുന്നത്, ഇതാണ് ഫേവിക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സൈസ് ഒന്ന് ചേഞ്ച് ചെയ്യാം. കാരണം സൈസ് വളരെ ചെറുതായിട്ടാണ് വരുന്നത്. യെസ്, ഫിറ്റ്നസ് ഓറ എന്നുള്ള പേരിൽ നമ്മുടെ ആ ഒരു ലോഗോ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ഏകദേശം കുഴപ്പമില്ല, നല്ലൊരു ലാൻഡിങ് പേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ലോഗോ ആഡ് ചെയ്തു, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു, റിവ്യൂസ് ആഡ് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ബേസിക് ആയിട്ടൊരു ലാൻഡിങ് പേജ്, നമ്മളൊരു പ്രൊഡക്റ്റ് പേജിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. കാരണം ഇത് ഇത്രയും നമ്മൾ പ്രൊഫഷണലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്റർനാഷണൽ മാർക്കറ്റിലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മുടെ സ്റ്റോർ ക്രിയേഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയിക്കാണ്, നമ്മുടെ പ്രൊഡക്റ്റ് പേജ് കംപ്ലീറ്റ് ആയിക്കാണ്. ഏകദേശം നമുക്ക് കാണിച്ചു തരാം പ്രൊഡക്റ്റ് പേജ്. നമുക്ക് റിവ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിക്ക് നമുക്ക് ആ പ്രൊഡക്റ്റ് പേജിൽ നമ്മൾ ഒരു ജിഫ് ആഡ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റ് വീഡിയോ ജിഫ് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേരിയൻസ് ഉണ്ട്, അതുപോലെ സൈസ് അതിൽ കൊടുത്തിട്ടുണ്ട്. റിവ്യൂസ്, കസ്റ്റമർ റിവ്യൂസ് വിത്ത് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആസ് ഒരു കസ്റ്റമർ, ഇന്റർനാഷണൽ കസ്റ്റമർ കയറി വരുമ്പോൾ തന്നെ ട്രസ്റ്റ് തോന്നിക്കാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യവും നമ്മൾ ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഇതുവരെ ഡൊമൈൻ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ www.com എന്ന് പറഞ്ഞിട്ടുള്ളതിനാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പലർക്കും ഡൊമൈൻ പോലും എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഒരു ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെബ് സ്പേസിൽ ഒരു സ്ഥലമാണ്, ഒരു സ്പേസ് വാങ്ങാനാണ്, ആ ഒരു സ്പേസിന് ഇടുന്ന ഒരു പേരാണ് ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമുക്ക് ഓരോരോ ബ്രാൻഡിന് ഓരോ പേരുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ jvcard.in നമ്മൾ തന്നെ ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ നെയിമാണ് jvcard.in. ഓക്കെ, അപ്പോൾ നമ്മളത് പർച്ചേസ് ചെയ്യാനായിട്ട് ഹോസ്റ്റിംഗർ ഉണ്ട്, അതുപോലെ തന്നെ GoDaddy ഉണ്ട്. അങ്ങനെയുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്കത് ഡയറക്റ്റ് ഡൊമൈൻ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഹോസ്റ്റിംഗറിൻ്റെ പാനൽ, നമ്മളിത് ലോഗിൻ ചെയ്തതാണ് ഹോസ്റ്റിംഗർ.
അപ്പോൾ ഹോസ്റ്റിംഗിൽ കയറി ഡൊമൈൻസ് ഇവിടെ സെർച്ച് ചെയ്യുന്നത്, ഡൊമൈൻ പോർട്ട്ഫോളിയോ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് എ ന്യൂ ഡൊമൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് എ ന്യൂ ഡൊമൈൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഫിറ്റ്നസ് ഓറ എന്നാണ് നമുക്ക് വേണ്ടത്, ഫിറ്റ്നസ് ഓറ .com എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫിറ്റ്നസ് ഓറ എന്നുള്ളത് നമുക്ക് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം ഏതൊക്കെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫിറ്റ്നസ് ഓറ .in അവൈലബിൾ ആണ്, ഫിറ്റ്നസ് ഓറ .com അവൈലബിൾ ആണെന്ന് നോക്കാം. ഫിറ്റ്നസ് ഓറ .com ഓൾറെഡി ടേക്കൺ ആണ്. ആക്ച്വലി ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം .com തന്നെ എടുക്കാൻ നോക്കും. ഒരിക്കലും .inോ .shopോ അങ്ങനെയുള്ളതൊന്നും പർച്ചേസ് ചെയ്യാതിരിക്കുക. .comന് ഒരു പ്രത്യേക ഒരു വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് .net ഒന്നും ഒരിക്കലും എടുക്കരുത്. അതൊക്കെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ഇത് ട്രസ്റ്റ് ഫീൽ ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ .com മാക്സിമം .com തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് ഓൾറെഡി ടേക്കൺ ആണെന്നാണ് പറയുന്നത്. നമുക്ക് വേറെ രീതിക്ക് എന്തെങ്കിലും നോക്കാം. ഈ ഒരു ഇത് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് വരുന്ന ഫസ്റ്റ് ഇയർ 500 rupees ആണ് വരുന്നുള്ളൂ. ഇതിൽ തന്നെ ഡയറക്റ്റ് ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാം. ദെൻ അതിനുശേഷം നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് നമ്മുടെ ഷോപ്പിഫൈ ആയി കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിഫൈയിൽ തന്നെ സെറ്റിങ്സിലേക്ക് നമുക്ക് പോകാം. അതിൽ ഡൊമൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. ഡൊമൈൻസിൽ നമുക്ക് കാണാം കണക്ട് ടു എക്സിസ്റ്റിംഗ് ഡൊമൈൻ. നമുക്ക് ഈ ഒരു ഡൊമൈൻ്റെ പേര് ഏതാണോ അതെടുത്തിട്ട് ഇതിൽ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് DNS കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ വരും. കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് ആ ഒരു ഡൊമൈൻ നമ്മുടെ സ്റ്റോറായിട്ട് കണക്ട് ആവും. ഈസി മെത്തേഡാണ് ആക്ച്വലി. ഞാനിപ്പോൾ അത് പർച്ചേസ് ചെയ്ത് അത് കണക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു ജസ്റ്റ് ഒരു സാമ്പിളായിട്ടൊരു വെബ്സൈറ്റ് വേറൊരു ഡൊമൈൻ നമുക്ക് കണക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു മല്ലു അസ്റ്റലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡൊമൈൻ നമ്മുടെ കയ്യിലുള്ള ഒരു ഡൊമൈനാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡൊമൈൻ നമുക്ക് ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, സോ ഇത് നമ്മൾ കോപ്പി ചെയ്തു. ഇതിപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്ത് ലോഗിൻ അടുത്ത ടാബിൽ ഇത് ഹോസ്റ്റിംഗർ ലോഗിൻ ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ സി നെയിം ആ നെയിം ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡയറക്റ്റ് തന്നെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ ലോഗിൻ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. അതൊന്നുകൂടി സംതിങ് എറർ വരുന്നുണ്ട്. എന്തോ സംതിങ് എററാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, മാനുവൽ തന്നെ കണക്ട് ചെയ്യാനായിട്ട് നോക്കാം. മേ ബി എനിക്ക് തോന്നുന്നു അതിൽ എ നെയിം സി നെയിം ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ചിലപ്പോൾ കയറിയിട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മല്ലു വെസ്റ്റലേഴ്സിൽ നോക്കുമ്പോൾ സി നെയിം മല്ലു വെസ്റ്റലേർ .com എന്നുള്ള പേരാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ്. ആഡ് DNS ഓപ്ഷനിൽ സി നെയിം എംപ്റ്റി ആയിട്ടാണ് കിടക്കുന്നത്. അതിൽ ഈ ഒരു ടെസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, CAA നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ പിന്നെ CAA ഒരു എംപ്റ്റി ആയിട്ട് കിടക്കുന്നതിൽ SSL.com എന്നുള്ളത് ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ദെൻ ഇത് രണ്ട് നമ്മൾ ആഡ് ചെയ്ത് തന്നെ എ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എ നെയിം ചേഞ്ച് ചെയ്യാനായിട്ട് ഇതിൽ കാണുന്ന എ നെയിം നമുക്ക് നോക്കാം. അപ്പോൾ എ നെയിം ഇതാണ് കിടക്കുന്നത്. നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് പുതിയ എ നെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ സി നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ സി നെയിം നമുക്ക് ഏറ്റവും മുകളിൽ കാണാം, മല്ലു വെസ്റ്റലേഴ്സ് എന്നാണ് കിടക്കുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മുടെ DNS കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ ഇതിൽ അപ്ഡേറ്റഡ് DNS ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 12 സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ഡൊമൈൻ കണക്ട് ആയി കിട്ടും. നമ്മുടെ ഡൊമൈൻ കണക്ട് ചെയ്ത സമയത്ത് ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നീഡ് ടു സെറ്റപ്പ് എന്നുള്ള രീതിയിലാണ് ആക്ച്വലി ഇപ്പൊ നേരത്തെ കാണിച്ച രീതിയിലാണ് നമ്മൾ ഡൊമൈൻ കണക്ട് ചെയ്യുക. ഡൊമൈൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോ
ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് വരിക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ മുകളിൽ ഇപ്പോൾ ഷോപ്പിഫൈ ലിങ്ക് ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിന് പകരം നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഡൊമൈൻ ഏതാണോ ആ പേരായിരിക്കും ഇതിന്റെ മുകളിലേക്ക് സെലക്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് കാണിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് ഡൊമൈൻ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഹോസ്റ്റിംഗറിലാണെങ്കിലും ഗോഡാഡിയിലാണെങ്കിലും സെയിം മെത്തേഡാണ്. ഓക്കെ, പിന്നെ നെയിം ചിപ്പിൽ നിന്ന് പലരും വാങ്ങുന്നവരുണ്ട്. നെയിം ചിപ്പിലാണെങ്കിലും ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാം. എന്തായാലും ഡൊമൈൻ കണക്ട് ചെയ്യാൻ ഇങ്ങനെയാണ് ഡൊമൈൻ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു പോർഷനിൽ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ഡൊമൈൻ കണക്ട് ആവാണ്ട് വരും. 2-3 വട്ടം ചിലപ്പോൾ ട്രൈ ചെയ്താലാണ് ചിലപ്പോൾ ഡൊമൈൻ കണക്ട് ആവുക. എന്തെങ്കിലും DNS ഒക്കെ ചേഞ്ച് ആയി കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള എററുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പേയ്മെന്റ് ഗേറ്റ്വേ കണക്ട് ചെയ്യണം. നമുക്ക് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗിൽ COD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ഇല്ല, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. അപ്പൊ നമുക്ക് ഏകദേശം മിക്ക എല്ലാ ഓർഡേഴ്സും വരുന്നത് ഏകദേശം പ്രീപെയ്ഡ് ആയിട്ട് മാത്രമായിരിക്കും നമുക്ക് ഓർഡേഴ്സ് വരിക. അപ്പൊ പ്രീപെയ്ഡ് ഓർഡേഴ്സ് നമുക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് റൊക്കം ക്യാഷ് നമ്മുടെ കയ്യിൽ കിട്ടും. അതാണ് ഒരു ഏറ്റവും വലിയൊരു കാര്യം. ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് ആണ് പ്രീപെയ്ഡ് ഓർഡേഴ്സ് മാത്രം ഉണ്ടായിരിക്കുള്ളൂ. അതിന്റെ ഒപ്പം തന്നെ റൊക്കം ക്യാഷ് നമ്മുടെ കയ്യിൽ കയറുന്നതും പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ കയറുകയും ചെയ്യും. വിത്തിൻ 2 or 3 days പേപ്പാൽ യൂസ് ചെയ്യാൻ വിത്തിൻ 3 days നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് കയറും. അപ്പോൾ നമ്മൾ ഈ ഒരു മേഖലയ്ക്ക് കടക്കുന്ന സമയത്ത്, പേയ്മെന്റ് ഗേറ്റ്വേ കടക്കുന്ന സമയത്ത് ഒരുപാട് പേയ്മെന്റ് ഗേറ്റ്വേസ് ഉണ്ട്. സ്ട്രൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പേയ്മെന്റ് ഗേറ്റ്വേ ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഷോപ്പിഫൈഡ് തന്നെ ഒരു പേയ്മെന്റ് ഗേറ്റ്വേ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പേപ്പാൽ ഉണ്ട്. അപ്പൊ സ്ട്രൈപ്പ് ഒക്കെ ആക്ച്വലി സ്ട്രൈപ്പ് യൂസ് ചെയ്യാനായിട്ട് എല്ലാവരും ചിലപ്പോൾ അക്കൗണ്ടൊക്കെ ചില ഇന്റർനാഷണൽ ഡ്രോപ്ഷിപ്പിംഗ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലൊക്കെ സ്ട്രൈപ്പ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് EIC കോഡ് ചോദിക്കും, LLC നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് സ്ട്രൈപ്പ് ത്രൂ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് LLC വേണം, നമുക്ക് കമ്പനി രജിസ്ട്രേഷൻ വേണം. LLC എന്ന് പറഞ്ഞാൽ കമ്പനി രജിസ്ട്രേഷൻ ആണ്. നമ്മുടെ ഈ ഒരു USA നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം? USA ഒരു കമ്പനി രജിസ്ട്രേഷൻ നമുക്ക് വേണം, വെർച്വൽ അഡ്രസ് നമുക്ക് വേണം. അപ്പൊ അത് എടുക്കാനായിട്ട് നമുക്ക് പല ആപ്ലിക്കേഷൻസും പല വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്, പല ഏജൻസും ഇപ്പൊ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, നമുക്ക് വേണ്ടിയിട്ട് ഒരു വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ നമുക്ക് വേണ്ടി എടുത്തു തരും. അതിന് ഏകദേശം എനിക്ക് തോന്നുന്നു 30,000 to 40,000 റുപ്പീസിന്റെ ഉള്ളിലാണ് ഒരു രജിസ്ട്രേഷൻ ചാർജസ് വരുന്നത്. അതിന്റെ ഉള്ളിൽ അവരുടെ സർവീസസ് ആയിട്ട് നമുക്കൊരു US ബേസ്ഡ് ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്കുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം നമ്മുടെ ഈ ഒരു സ്ട്രൈപ്പ് അക്കൗണ്ടിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആ ഒരു US ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും ഡയറക്റ്റ് ആൾക്കാർ പേയ്മെന്റ് ഇടുക. ഇപ്പോൾ സ്ട്രൈപ്പ് അതുപോലെ തന്നെ ഷോപ്പിഫൈ പേയ്മെന്റ് ഇതൊക്കെ ഡയറക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഷോപ്പിഫൈ ചെക്ക്ഔട്ട് ഉണ്ട്, ഷോപ്പിഫൈയുടെ തന്നെ സ്വന്തമായിട്ട് ഒരു പേയ്മെന്റ് ഗേറ്റ് വേണ്ട. അപ്പൊ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് ഈസിലി പേയ്മെന്റ് ചെയ്യാം. അവർക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും. അതിന്റെ ഒപ്പം തന്നെ കൺവേർഷനും കൂടുതലായിരിക്കും. ആസ് ഒരു ബിഗിനർ, ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗിന് ഇറങ്ങുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ അവർക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ പേപ്പാൽ കണക്ട് ചെയ്യുന്നതാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് ബിഗിനിങ് സ്റ്റേജിൽ പേപ്പാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. പേപ്പാൽ ആ കൂടിയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഏകദേശം 3 or 4% സംതിങ് ഒരു ടാക്സ് നമ്മുടെ കട്ട് ചെയ്യും. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആവാനായിട്ട് ഒരു 3 to 4 days പിടിക്കും. 2 daysനുള്ളൊക്കെ പണ്ട് 2 days കൊണ്ടൊക്കെ നമുക്ക് റെമിറ്റൻസ് അതിൽ നിന്ന് കിട്ടിയത്. കാരണം ഞാൻ പണ്ട് ആക്ച്വലി ഈ ഒരു ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് നമ്മൾ ചെയ്തിരുന്നു, അതൊരു ഹെൽത്ത് പ്രൊഡക്റ്റ് ആയിരുന്നു. ഇപ്പൊ ആക്ച്വലി ഞാൻ അത് റൺ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ടൈമില്ല. അതിന്റെ കൂടെ തന്നെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ബേസ്ഡ് ആണ് നമ്മുടെ ആഡ്സ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം വഴിയാണ് നമുക്ക് മെയിൻലി ഓർഡേഴ്സ് ഒക്കെ അതിൽ വന്നിരുന്നത്. നമുക്കൊരു US ബേസ്ഡ് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി ആ അക്കൗണ്ട് ചെറിയ രീതിക്ക് ലോ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ചാർജസും ആഡ്സ് റൺ ചെയ്യേണ്ട ചാർജസും അതിന്റെ ഒപ്പം തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ചാർജസും ഹൈ ആയതുകൊണ്ടും നമുക്ക് പിന്നീട് അത് നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ആക്ച്വലി ഞാൻ അതുമ്പോൾ തന്നെ നിൽക്കായിരുന്നെങ്കിൽ എനിക്ക് അത് കൊണ്ടുപോകായിരുന്നു. പക്ഷെ നമുക്ക് അതിന്റെ കൂടെ തന്നെ വേറെ പല ബിസിനസ്സുകൾ ഉള്ളത് കൊണ്ടും അതിന്റെ വെയർ ഹൗസ് മാനേജ് ചെയ്യേണ്ടതുണ്ട്, പ്രൊഡക്ട്സുകൾ ഒരുപാട് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ക്ലയൻസ്. അപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റാതിരുന്നത് മുന്നേ തന്നെ. അപ്പൊ ആക്ച്വലി ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. മിനിമം ഒരു 2.5 lakhs എങ്കിലും കയ്യിൽ, അല്ലെങ്കിൽ 2 lakhs എങ്കിലും കയ്യിലില്ലാതെ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട്
സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്തു തരാം. എങ്ങനെയാണ് LLC എടുക്കാനായിട്ട്. ഇപ്പൊ LLC എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. ഇനീഷ്യലി പേപ്പാല് നിങ്ങൾക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് പേപ്പാൽ ആക്റ്റീവ് ആവും. അപ്പോൾ പേപ്പാൽ ഓൾറെഡി എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്. സിമ്പിൾ ആണ് പേപ്പാൽ കാര്യങ്ങളൊക്കെ. പേപ്പാലിൽ KYC ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് LLC എടുക്കാനായിട്ട് ഒരുപാട് ആപ്പുകളുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം ഡൂള എന്ന് പറഞ്ഞിട്ടുള്ളൊരു സർവീസ് പ്രൊവൈഡർ ഉണ്ട്. ഈ ഡൂള ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നിങ്ങൾക്ക് LLC എടുക്കാനായിട്ട് പറ്റും. വിത്തിനൊരു 10 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു ബിസിനസ് വെർച്വൽ അഡ്രസ്സ് കിട്ടും. രജിസ്റ്റേർഡ് ഏജന്റ് ഉണ്ടാവും. മനസ്സിലായോ? അതായത് ഒരു US ബാങ്കും കൂടി നിങ്ങൾക്ക് US-ലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇയർലി ഫീ വരുന്നത് $300 $297 ആണ് നിങ്ങൾക്ക് ഇയർലി ചാർജസ് വരുന്നത്. ഇയർലി ചാർജസ് വരുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ സ്റ്റേറ്റ് ഫീയും ഉണ്ടായിരിക്കും. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് കാണാം ഇതിൽ എന്തൊക്കെയാണ് ഓഫേഴ്സ് ഉള്ളത് നമുക്ക് കാണാം. ഇപ്പൊ ഇതില് $2000 ഒരു $2000 എന്ന് പറഞ്ഞാൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്ത്. അപ്പോൾ അതിന്റെ ഒരു പ്ലാൻ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്ലാനിൽ എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി ഹൈ സ്കെയിലിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതെന്ന് വെച്ചാൽ സ്വന്തം ബ്രാൻഡ് ഉണ്ട്, ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ല, സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ട്, അത് കൊണ്ടുപോകുന്ന സെറ്റപ്പ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. അതിനും കുറച്ചുകൂടി വലുപ്പമുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ടാക്സേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്ന കമ്പനീസിന് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ നമുക്ക് ഇനീഷ്യലി ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് പോവാം. ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു പേയ്മെന്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 10 ഡേയ്സിന് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്താൽ വിത്തിൻ 10 ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ നമുക്ക് കിട്ടും. അവിടുത്തെ ഒരു ബാങ്ക് നമുക്ക് കിട്ടും. അതിനൊപ്പം തന്നെ ഒരു വെർച്വൽ അഡ്രസ് ഉണ്ടായിരിക്കും. അത്രയും കാര്യങ്ങൾ. ഈ വെർച്വൽ അഡ്രസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ സെറ്റിംഗ്സിൽ ഈ ഒരു ബില്ലിംഗ് അഡ്രസ്സിൽ നമ്മുടെ വെർച്വൽ അഡ്രസ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റമേഴ്സിന്, നമ്മുടെ US ബേസ്ഡ് കസ്റ്റമേഴ്സിന് അത് കാണുമ്പോൾ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും. US ബേസ്ഡ് അവർ കുറച്ച് നമ്മളെ പോലെയല്ല, നല്ല സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ, ഒരുപാട് സ്മാർട്ട്, ടെക്നോളജി പരമായി നല്ല സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം അവർ കറക്റ്റ് നോക്കിയിട്ടാണ് ഒരു വെബ്സൈറ്റിൽ ഒരു പേയ്മെന്റ് ചെയ്യുക. മനസ്സിലായോ? കാരണം ഒരുപാട് സ്കാമേഴ്സ് അവിടെ ഉള്ളതാണ്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ അവർ ഈ കാര്യങ്ങൾ നമുക്ക് കമ്പനി ഇമെയിൽ ചെക്ക് ചെയ്യും. ഇമെയിൽ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഒരു കമ്പനി ഇമെയിൽ അല്ലെങ്കിൽ അവരത് പേയ്മെന്റ് അവർ ചെയ്യില്ല. കമ്പനി അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവർ നോക്കും. അതിൽ ചുമ്മാ നമ്മളെ പോലെ കാണുമ്പോഴേക്ക് നേരെ കയറി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരല്ല. ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പർ. പിന്നെ അതുപോലെ തന്നെ ലാൻഡിംഗ് പേജ്, പ്രൊഡക്റ്റ് പേജ് പക്കയായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് LLC എടുക്കാം. ഞാൻ ഇനീഷ്യലി നിങ്ങൾക്ക് LLC എടുക്കണം എന്ന് പറയില്ല. ഇതൊരു ഹൈ സ്കെയിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇതൊരു നിങ്ങൾക്കൊരു ഓൺ ബിസിനസ് പ്ലാൻ ഉണ്ട്, ഓൾറെഡി നല്ല സപ്ലയർ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു LLC നിന്ന് ഡയറക്റ്റ് ഡൂള എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് LLC എടുക്കാം. അതിന്റെ ഒപ്പം തന്നെ ഇനിയിപ്പോ മേ ബി നിങ്ങളുടെ ആരെങ്കിലും USA-ലുണ്ട്, ഓക്കെ, USA-ല് ഗ്രീൻ കാർഡ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, സാധാ വർക്ക് പെർമിറ്റ് ഉള്ള ആൾക്കാർക്ക് പറ്റില്ല, ഗ്രീൻ കാർഡ് വേണം. ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ഈ ഒരു നിങ്ങൾക്ക് ബിസിനസ്സിൽ നിങ്ങളുടെ കൂടെ പാർട്ണർ എന്നുള്ള രീതിയിൽ അവരെ കാണിച്ചിട്ട് ഒരു LLC എടുക്കാനായിട്ട് വരും. അപ്പൊ ഈ ഒരു ചെലവ് അധികം വരില്ല, ഇത്രയും എമൗണ്ട് ചെലവൊന്നും വരില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ചിലപ്പോൾ ഒരാൾ ഇവിടെ ഉണ്ടായിന്ന് വരില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അവർക്ക് വർക്ക് പെർമിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഗ്രീൻ കാർഡ് ഉണ്ടാവില്ല. ഗ്രീൻ കാർഡ് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു 10 വർഷത്തിന് മുകളിൽ അങ്ങനത്തെ സംതിങ് അവിടെ നിൽക്കേണ്ടി വരും തോന്നുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഗ്രീൻ കാർഡ് കിട്ടുക. ഗ്രീൻ കാർഡ് ഉള്ളവർക്കാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മുടെ ബിസിനസ്സിൽ ഒരു പാർട്ണർ ആണെന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബിസിനസ് രജിസ്ട്രേഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് UK-യിലാണെങ്കിലും. ഇതേപോലെ തന്നെ UK-യിൽ ഇത്രയും എക്സ്പെൻസ് ഇല്ല ഒരു ബിസിനസ് രജിസ്ട്രേഷന്. ഇപ്പൊ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് UK-യിലാണ് എത്തിക്കേണ്ടത്, UK ബേസ്ഡ് മാർക്കറ്റാണ് വേണ്ടത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ UK-യിലെ രജിസ്ട്രേഷൻ നമുക്ക് എടുത്ത് UK ബേസിൽ നമുക്ക് ആഡ്സ് റൺ ചെയ്യാം. ആ ഒരു ബേസിൽ നമുക്ക് TikTok ആഡ്സ് റൺ ചെയ്യാം. മെയിൻലി ആഡ്സിന്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ ഇതെല്ലാം റൺ ചെയ്യുന്നത് ഫേസ്ബുക്ക് ആഡ് നമ്മൾ ചെയ്യും, മിറ്റ ആഡ്സ് നമ്മൾ ചെയ്യും. അതിന്റെ കൂടെ തന്നെ TikTok ആഡ്സിലാണ് നല്ല രീതിയിലുള്ള റീച്ച് കാര്യങ്ങൾ ഉണ്ടാവുക. അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും മിറ്റ ആഡ്സിൽ നമുക്ക് റീച്ച് ഇല്ല എന്നല്ല പറഞ്ഞത്, മിറ്റ ആഡ്സിൽ റീച്ച് ഉണ്ടാവും. TikTok ആഡ്സ് ആണ് നല്ല രീതിയിൽ US-ൽ ട്രെൻഡിങ്. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ ഡയറക്റ്റ് പേയ്മെന്റ് ഇന്റഗ്രേഷനിലേക്ക് വരാം. ഓക്കെ, നമുക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് പേയ്മെന്റ്സിൽ വന്നു കഴിഞ്ഞാല് പേപ്പാലിന്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതില് ചൂസ് എ പ്രൊവൈഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ കാണാം.
സ്ട്രൈപ്പ് ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ട്രൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേയ്മെന്റ് ഗേറ്റ് വേ ആക്ച്വലി ഇന്റർനാഷണൽ പേയ്മെന്റ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്ട്രൈപ്പ് ആക്ച്വലി ബെസ്റ്റ് ആണ്. ആമസോൺ, ആപ്പിൾ പേ ഉണ്ട്, അമേരിക്കൻ എക്സ്പ്രസ് ഉണ്ട്, അതുപോലെ തന്നെ മാസ്റ്റർ കാർഡ്, വിസ, മിക്ക എല്ലാ യൂസ് ചെയ്തിട്ടുള്ള മിക്ക എല്ലാ കറന്റ് പോയിക്കൊണ്ടിരിക്കുന്ന പേയ്മെന്റ് സിസ്റ്റം മൊത്തം അവരിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രൈപ്പ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ്, LLC നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് സ്ട്രൈപ്പിൽ നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പേപ്പാലിൽ ഇപ്പൊ ഇനീഷ്യലി നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാർട്ട്, ഇപ്പൊ പേപ്പാല് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തരാം. പേപ്പാല് ഞാൻ ഓൾറെഡി ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പേപ്പാൽ അക്കൗണ്ട്. ഇതില് ജസ്റ്റ് ഞാൻ ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്. അപ്പോൾ ഇതിൽ കാണാം എത്ര പേയ്മെന്റ്സ് വന്നു. ഇത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് കണക്റ്റഡ് അല്ല, ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്യാം. ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതിലുള്ള ഫണ്ട് നേരെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. ഇപ്പൊ ഇതിലൊരു ബാലൻസും ഇല്ല, ഇതിൽ പേയ്മെന്റ്സ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ ഡയറക്റ്റ് നമ്മുടെ സ്റ്റോറിലേക്ക് വരാം. നമ്മുടെ ഈ ഒരു പേപ്പാൽ അക്കൗണ്ട് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഇതിൽ തന്നെ പേയ്മെന്റ്സിൽ അടിയിൽ ഡയറക്റ്റ് ഓപ്ഷൻ ഉണ്ട്, ആക്ടിവേറ്റ് പേപ്പാൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. നേരെ അത് ക്ലിക്ക് ചെയ്തു, ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്തു. ഞാൻ നേരത്തെ ലോഗിൻ ചെയ്തിട്ടുകൊണ്ട് തന്നെ ഡയറക്റ്റ് ചിലപ്പോൾ കണക്ട് ആവാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ കണക്ട് ആയില്ല. ഒന്നുകൂടെയും നമ്മൾ ലോഗിൻ ചെയ്ത് അത് കണക്ട് ചെയ്തു. OTP ചോദിക്കുന്നുണ്ട്. അപ്പോൾ OTP നമ്മുടെ ഇമെയിലിൽ വന്നിട്ടുള്ള OTP ആണ് ഇതിൽ ചോദിക്കുന്നത്. അപ്പോ അത് കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ എനിക്ക് തോന്നുന്നു പേപ്പാൽ കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ആക്ടിവേറ്റ് അമർത്തി സാധാരണ കണക്ട് ആവേണ്ടതാണ്. യെസ്, ഐ തിങ്ക് ഇറ്റ് വാസ് കണക്റ്റഡ്. യെസ്, പേപ്പാല് ആക്റ്റീവ് ആയിട്ടുണ്ട്. കണ്ടോ, പേപ്പാൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റോറിൽ വന്നിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റോറിൽ മേ ബി പ്രൊഡക്റ്റ് വൈസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡൊമൈൻ കണക്ട് ചെയ്യാത്തോണ്ടോ ഈ ഒരു മൈ ഷോപ്പിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഈ ഒരു ലിങ്ക് എടുക്കുന്നത്. ഡൊമൈൻ കണക്ട് ആയി കഴിഞ്ഞാൽ അത് പൊക്കോളും. ഓക്കെ, ചെറിയൊരു എറർ വന്നുകൊണ്ടാണ്. നോക്കൂ, പേ വിത്ത് പേപ്പാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അതിൽ വരുന്നത് കാണിക്കുന്നത്. കണ്ടോ, പേ വിത്ത് പേപ്പാൽ. ഇതിപ്പോ ആക്ച്വലി ഇത്ര വൈഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയിലാണ് ഇത് ഓപ്പൺ ആക്കി വെച്ചുകൊണ്ടാണ് ഇതിന്റെ ഈ ഒരു ഫോട്ടോസ് എല്ലാം ഇത്ര ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡയറക്റ്റ് പേപ്പാൽ ത്രൂ പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ ഒരു കസ്റ്റമർ നമ്മുടെ ആഡ് കണ്ടു, നമ്മൾ ടിക്ടോക്ക് ആഡോ അല്ലെങ്കിൽ നമ്മൾ മിറ്റ് ആഡ്സ് ആയിക്കോട്ടെ, ആഡ് കണ്ടു കഴിഞ്ഞാൽ യൂസ് ചെയ്തുള്ള ഒരു വ്യക്തിക്ക് ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെൻഡ്രോപ്പിൽ സപ്ലയർ ആ ഒരു കസ്റ്റമർക്ക് ഡയറക്റ്റ് അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആ ഒരു പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഓക്കെ, നമ്മൾ പേയ്മെന്റ് ഗേറ്റ് വേ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഓർഡർ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ഓർഡർ എടുക്കാനായിട്ട് മുന്നേ ആയിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, സെൻഡ്രോപ്പിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെൻഡ്രോപ്പ് ഞാൻ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് പ്രൊഡക്റ്റുകൾ ഞാൻ സെൻഡ്രോപ്പിൽ നിന്ന് ആഡ് ചെയ്തു. ഡയറക്റ്റ് നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ഡയറക്റ്റ് 1 ക്ലിക്കിൽ തന്നെ നമ്മൾക്ക് പ്രൊഡക്ട്സുകളെല്ലാം ആഡ് ആയി. കണ്ടോ, കുറച്ചധികം പ്രൊഡക്ട്സുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് ഒന്നുകൂടിയും റിപ്പീറ്റ് ആയിട്ട് ആഡ് ആയി പോയി, അത് മിസ്റ്റേക്ക് പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. നമ്മൾ പേയ്മെന്റ് ഗേറ്റ് വേ കണക്ട് ചെയ്തിട്ട് നല്ല കാര്യങ്ങൾ നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പം അതിന് മുന്നേ തന്നെ നമ്മൾ
ഓക്കെ, അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു ഡിസ്കൗണ്ട് കോഡ് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് ഡിസ്കൗണ്ട് കോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇത് സാമ്പിൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തതാണ്, ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് ഏത് രീതിക്കാണ് ഡിസ്കൗണ്ട് കോഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ആ രീതി അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ ഒരു സ്റ്റേജ് നമുക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഓരോ ഓർഡർ ഫുൾഫിൽ ചെയ്യാന്നുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് പേജിലേക്ക് കയറി ഒരു പ്രൊഡക്റ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെയാണ് നമ്മുടെ പേജിൽ എല്ലാ രീതിക്കുള്ള റിവ്യൂസ് കാര്യങ്ങൾ, സോറി ഇതല്ല, ഈ ഒരു പ്രൊഡക്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത്. ആക്ച്വലി ഇതൊരു അഗ്ലി ആയിട്ട് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും വൈഡ് ഡിസ്പ്ലേയിലാണ് നമ്മളിത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത് ഈ രീതിക്ക് ക്ലിയർ അല്ലാണ്ട് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ ഡയറക്റ്റ് പേപ്പാൽ വഴി പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ പേയ്മെന്റ് ഓപ്ഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചെക്കൗട്ട് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ചെക്കൗട്ട് പേജ് ഓപ്പൺ ആയി നമുക്കപ്പോ ഇതില് ജസ്റ്റ് ഒരു അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചുമ്മാ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വെറുതെ നമുക്ക് റാൻഡം ആയിട്ടുള്ളൊരു അഡ്രസ്സാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇതില് ജസ്റ്റ് അഡ്രസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ ഇതിലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് കോഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ റാൻഡം ഒരു ഓർഡർ എടുത്ത് കാണിക്കുകയാണ്. ആക്ച്വലി എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് റൺ ചെയ്യണതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഓർഡർ എടുത്ത് കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു $53 കൊടുത്തിട്ട് ഇപ്പൊ ഞാനിത് പർച്ചേസ് ചെയ്യുന്നില്ല, അതിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്, ഞാനൊരു ഡിസ്കൗണ്ട് കോഡ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഒരു ഡിസ്കൗണ്ട് കോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ഡയറക്റ്റ് ആ ഒരു 100% ഓഫർ കിട്ടാവുന്ന രീതിക്കുള്ള ഒരു ഡിസ്കൗണ്ട് കോഡ് ക്രിയേറ്റ് ചെയ്യാൻ ഷോപ്പിഫൈയിൽ ഡിസ്കൗണ്ടിലേക്ക് വന്നു, ക്രിയേറ്റ് ഡിസ്കൗണ്ട് ക്ലിക്ക് ചെയ്ത് അതിനുശേഷം നമുക്കൊരു ഡിസ്കൗണ്ട് കോഡ് ക്രിയേറ്റ് ചെയ്യണം. ടോണി 100 എന്നുള്ള പേരിലുള്ള ഒരു ഡിസ്കൗണ്ട് കോഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ ഫിക്സ്ഡ് എമൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കണോ പെർസെൻറ്റേജ് കൊടുക്കണോ എന്നുള്ളത് ഒരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പെർസെൻറ്റേജ് നമുക്ക് കൊടുക്കാം, 100% നമ്മൾ സേവ് ചെയ്തു. ദെൻ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു കോഡ് കോപ്പി ചെയ്യാം. ഇത് നമുക്ക് ഷെയറബിൾ ലിങ്കും കൂടി ഉണ്ട്. ആ ഒരു ലിങ്ക് ത്രൂ ആദ്യം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോർ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് ഒരു 20% ഡിസ്കൗണ്ട് ഒക്കെ ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഷെയറബിൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ അവരുടെ ലിങ്ക് വഴി കയറുന്നവർക്ക് 20% ഓഫർ കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് ജസ്റ്റ് ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചുമ്മാ ഇത് എങ്ങനെയാണ് പ്രോസസ്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഏകദേശം ഫുൾ എമൗണ്ട് കയറി. അപ്പോൾ ആക്ച്വലി ഷിപ്പിംഗ് ചാർജ് $90 കൂടി ഉണ്ട്. അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ആക്ച്വലി നമ്മൾ അതിന് റിമൂവ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ജസ്റ്റ് 0 ആക്കിയിട്ട് ജസ്റ്റ് ഒരു ഫേക്ക് ഓർഡർ എടുത്തു നോക്കാം. ജസ്റ്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇപ്പൊ ഒരു ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ എഡിറ്റ് റേറ്റിൽ പോയി കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരിക്കും, സെറ്റിംഗ്സിൽ ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി, അതില് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫുൾഫിൽമെന്റ് ലൊക്കേഷനിൽ സ്റ്റാൻഡേർഡ് പ്രൈസ് 1700 കൊടുക്കണം. അത് എഡിറ്റ് റേറ്റ് അമർത്തിയിട്ട് 0 ആകും. അപ്പൊ ഇത് ഫ്രീ ഡെലിവറി. ഓക്കെ, സേവ് ചെയ്യുക. ഇപ്പൊ ജസ്റ്റ് ഈ ഓർഡർ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഞാനിപ്പോ അത് വീണ്ടും ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇതിപ്പോ ഈ ഒരു ഫേക്ക് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം നമ്മളിപ്പോ ചെയ്തത്. ഓക്കെ, അതായത് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ 0 ആയി, കണ്ടോ, ഇവിടെ 0 ആയി. ഓക്കെ, അപ്പോ നമുക്ക് ജസ്റ്റ് ഒരു ഓർഡർ എടുത്ത് നോക്കാം. അപ്പൊ നമ്മള് കോഡ് 100% തന്നെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി, ഒപ്പം തന്നെ ഫ്രീ ഡെലിവറി ആയതുകൊണ്ട് 0, ഈ ഒരു ഓർഡർ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഓർഡർ എടുത്തു നമ്മുടെ US അഡ്രസ്സിൽ നമ്മൾ ഓർഡർ എടുത്തു. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് സെൻഡ്രോപ്പിലേക്ക് വരാം. അപ്പോൾ ഓർഡർ നമുക്ക് ചെക്ക് ചെയ്തൊക്കെ ഓർഡർ വന്നത് എങ്ങനെയാന്നുള്ളത്. ഇപ്പൊ ഇതിപ്പോ എന്റെ ഫോണിലേക്ക് അതിന്റെ ഇമെയിൽ വന്നു, അതെന്റെ സൗണ്ടാണ് ഇപ്പൊ കേട്ടത്. ദെൻ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം, ഓർഡർ പെയ്ഡ്, കണ്ടോ, ഐറ്റം എന്താണ്, ഫിറ്റ്നസ് യോഗ ഹെഡ് ബാൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഓർഡർ വന്നിട്ടുണ്ട്. ഹോം പേജിൽ ചിലപ്പോൾ വരുമായിരിക്കും. ഓക്കെ,
ഈ ഒരു റിഫ്രഷ് ചെയ്താൽ ചിലപ്പോൾ ഹോം പേജിൽ വരാനുള്ള സാധ്യത ഉണ്ട്, ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല ഹോം പേജിൽ. ഓക്കെ, ദെൻ നോ ഇഷ്യൂസ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓർഡർ ഫുൾഫിൽ ചെയ്യാം. അപ്പൊ ഇതൊരു കസ്റ്റമർക്ക് ഓർഡർ എത്തിക്കണം, അപ്പോഴാണ് നമുക്ക് പൈസ. ഇപ്പൊ നമുക്ക് ഓൾറെഡി ഒരു കസ്റ്റമർ പേയ്മെന്റ് നടത്തി, നമ്മൾ ഉണ്ടാക്കിയ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോറിൽ നമ്മൾ ആഡ്സ് റൺ ചെയ്തു, അല്ലെങ്കിൽ മെറ്റ ആഡ്സോ അല്ലെങ്കിൽ നമ്മൾ ടിക്ടോക്ക് ആഡ്സോ റൺ ചെയ്തിട്ട് നമുക്കൊരു ഓർഡർ കിട്ടി. ആ ഓർഡർ നമുക്ക് എന്തായി, ഇനിയിപ്പോ നേരെ കസ്റ്റമറിലേക്ക് ഡെലിവറി എത്തിക്കണം. അതിന് വേണ്ടി നമ്മൾ സെൻഡ്രോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സെൻഡ്രോപ്പിൽ എങ്ങനെയാണ് ഓർഡർ ഫുൾഫിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത സെക്ഷനിൽ ഞാൻ പറയുന്നത്. നേരെ നമ്മൾ എന്ത് ചെയ്തു, സെൻഡ്രോപ്പിൽ കയറി. സെൻഡ്രോപ്പിൽ നമ്മളൊന്ന് റീഫ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഈ ഓർഡർ റിഫ്ലക്ട് ചെയ്ത് വരും. കാരണം നമ്മൾ സെൻഡ്രോപ്പിൽ നിന്ന് ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. യെസ്, ഇതിൽ ഒരു ഓർഡർ വന്നിട്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു, കണ്ടോ, ഒന്നെന്ന് പറഞ്ഞ് കാണിച്ചു. ഓക്കെ, ഇതിലിപ്പോ ഇത് നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയ ഓർഡറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഓർഡർ. ഇത് ഞാൻ നേരത്തെ ട്രയൽ അടിക്കാൻ വേണ്ടി എടുത്തു നോക്കിയിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഓർഡർ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾഫിൽ ചെയ്യാം. അപ്പോൾ ഇതിന്റെ കസ്റ്റമർ ഓർഡർ റിസീവ് ആയിട്ടുണ്ട്. സെൻഡ്രോപ്പിൽ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടില്ല. സെൻഡ്രോപ്പിൽ ഇതിന്റെ പേയ്മെന്റ് പേ ചെയ്താലാണ് നമ്മുടെ സപ്ലയർ ഈ ഒരു പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു ഓർഡേഴ്സ് ഇങ്ങനെ വന്നു, ഇതിൽ ഫുൾഫിൽ ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് അമർത്താം, ക്രെഡിറ്റ് അമർത്താം. ദെൻ ഫുൾഫിൽ ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കും. കാർഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കും. ആ ബാങ്ക് അക്കൗണ്ട്, ഇതിപ്പോ ബാങ്ക് അക്കൗണ്ട് ചോദിക്കുന്നത് സിറ്റി ബാങ്ക്, ഇതൊക്കെ അമേരിക്കൻ ബാങ്കുകളാണ് ചോദിക്കുന്നത്. നമുക്കത് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് കസ്റ്റമർക്ക് പേ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഇതിന്റെ പൈസ എവിടെ നിന്നാന്നുള്ളത്. ഓൾറെഡി ഒരു ഓർഡർ കിട്ടുമ്പോൾ പേപ്പാൽ വഴി ആ പേയ്മെന്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. മേ ബി ഈ ഒരു പ്രൊഡക്റ്റിന് $35. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ ഞാനിപ്പോ ഇത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റിന്റെ നമുക്ക് സപ്ലയർ റേറ്റ് വരുന്നത് $10 വരുന്നത്. $10 ഇതിന്റെ സപ്ലയർ റേറ്റ്. നമ്മൾ ഇത് സെല് ചെയ്യുന്നത് $35. ഓക്കെ, അപ്പോ ഏകദേശം ഒരു $25 ഇതുമ്മ ലാഭമാണ്. അപ്പൊ ഏകദേശം $10 എന്ന് പറയുമ്പോൾ 1000 രൂപ. നമ്മൾ സെല് ചെയ്യുന്നത് $35. $35 എന്ന് പറയുമ്പോൾ ഏകദേശം 3200 രൂപ. അപ്പൊ നമുക്ക് ഇതിന് ഒരു 2000 രൂപ ലാഭം, 2400 രൂപ സംതിങ് ലാഭമാണ് ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റും നമുക്കുള്ളത്. അപ്പോ ഓൾറെഡി ആ ഒരു പേയ്മെന്റ് നമുക്ക് പേപ്പാൽ വഴി നമ്മുടെ കസ്റ്റമർ പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് ഫുൾഫിൽ ചെയ്യുന്നത്. വിത്തിൻ 2 ഡേയ്സിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ആ ഒരു പേപ്പാൽ നമ്മുടെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ഒരു കസ്റ്റമറുടെ, ഇന്റർനാഷണൽ കസ്റ്റമറുടെ അല്ലെങ്കിൽ US ബേസ്ഡ് കസ്റ്റമറുടെ ആ ഒരു പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ടായിരിക്കും. ആ ഒരു പേയ്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിൽ ഫുൾഫിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി കയ്യിൽ ഫണ്ട് ഉണ്ട്, ഓൾറെഡി ആ ഒരു വരുന്ന ഫണ്ടാണ്. നമുക്ക് വെറുതെ 2 ദിവസം ഡിലേ ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ പേയ്മെന്റ് ചെയ്ത് പോവാം. നമുക്ക് ഓൾറെഡി നമ്മുടെ മുതലിന്റെ പൈസയും അതിന്റെ ലാഭവും ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരും. ഓക്കെ, അപ്പൊ ഇതുവഴി നമ്മുടെ കസ്റ്റമേഴ്സിന് ഓട്ടോമാറ്റിക്കലി പ്രൊഡക്റ്റുകൾ ഡിസ്പാച്ച് ആവുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നേരെ ഫുൾഫിൽ ക്ലിക്ക് ചെയ്യുക. നേരെ ഫുൾഫിൽ ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് കാർഡ്, ഫിനിഷ്. ഇത്രയേ ഉള്ളൂ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ്. ഇത് സെൻഡ്രോപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സ്പോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണെങ്കിലും ഇതേ സെയിം മെത്തേഡ് ഒക്കെ തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോ ആക്ച്വലി നമ്മളൊരു ഡ്രോപ്പ് ഷിപ്പിംഗ്, ഈ ഒരു ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് നല്ല രീതിക്ക് വലിയ രീതിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു LLC എടുക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. ഇപ്പൊ USA നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നെങ്കിൽ നമുക്ക് അവിടുത്തെ ഒരു LLC എടുക്കാം. LLC എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ജസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാനാണെങ്കിൽ ഒരു കമ്പനി രജിസ്ട്രേഷൻ, അവിടെ എടുക്കുക. അതിന് അവിടെ LLC എന്ന് പറയാം, നോർമൽ LLC എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ ഇതിൽ സെൻഡ്രോപ്പിൽ തന്നെ വേറെ ഓപ്ഷൻ ഉണ്ട്, ഓട്ടോ ഫുൾഫിൽമെന്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ പൈസ ടോപ്പ് അപ്പ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇത് ഏകദേശം ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു $5000 എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ അടുത്തായി. നമുക്ക് വേണമെങ്കിൽ ഒരു $200 $500 എന്ന് പറഞ്ഞാൽ ഒരു 46,000 രൂപ സംതിങ് ഇതിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് നിങ്ങളുടെ കാർഡ് വഴി ഇതിൽ ആഡ് ചെയ്തിടാം. ഇതിൽ ഓട്ടോ ഫുൾഫിൽമെന്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഓട്ടോമാറ്റിക്കലി നടക്കും. മനസ്സിലായോ? ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു ഓർഡർ വരുന്നു, ഓർഡർ എന്തായാലും പ്രീപെയ്ഡ് ആയിരിക്കും, അതിന്റെ പേയ്മെന്റ് നിങ്ങൾക്ക് പേപ്പാൽ വഴി നിങ്ങളുടെ അക്കൗണ്ടിൽ കയറും. സെൻഡ്രോപ്പിൽ വരുന്ന ഓർഡർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ടോപ്പ് അപ്പ് ചെയ്തിട്ടുള്ള എമൗണ്ടിൽ നിന്ന് ആ ഒരു എമൗണ്ട് സപ്ലയർക്ക് പോയിട്ട് ആ ഒരു ഓർഡർ പ്രോസസ് ചെയ്ത് നിങ്ങൾ കസ്റ്റമേഴ്സിന് പോകും. ഇതിൽ ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? അപ്പോൾ
ഇതാണ് ഇന്റർനാഷണൽ മെത്തേഡ്. ഇനി ഇതിൽ എങ്ങനെ ഓർഡേഴ്സ് തരും, അതാണ് അടുത്തത്. അടുത്ത സെക്ഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഇത് എങ്ങനെയാണ് മിറ്റ ആഡ്സ് ഇതിന്റെ എങ്ങനെയാണ് റൺ ചെയ്യുക, അതിന്റെ ഒപ്പം തന്നെ ടിക്ടോക്ക് ആഡ്സ്. അപ്പൊ അത് ടിക്ടോക്ക് ആഡ്സും മിറ്റ ആഡ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ വരിക. അപ്പൊ ഇത് ജസ്റ്റ് സെൻഡ്രോപ്പ് എങ്ങനെയാണ് നമുക്കൊരു ഓർഡർ ഫുൾഫിൽ ചെയ്യുന്നത്, സ്റ്റോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, പേയ്മെന്റ് ഗേറ്റ് വേ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഒരു ഫുൾ സെക്ഷൻ. ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ, ഇനിയിപ്പോ നമുക്ക് മെറ്റ ആഡ്സിലേക്ക് കടക്കുകയാണെങ്കിൽ തന്നെ ഡയറക്റ്റ് നമുക്ക് മിറ്റ ബിസിനസ് യൂട്ടിലേക്ക് കടക്കാം. മിറ്റ ബിസിനസ് യൂട്ടിൽ ഇപ്പോ നമ്മുടെ ബിസിനസ് ഏതാണോ ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമുക്കൊരു ബിസിനസ് പോർട്ട്ഫോളിയോ ഒരെണ്ണം പുതിയത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു ജസ്റ്റ് ഈ രീതിക്കുള്ള ഒരു പാനലിലേക്കായിരിക്കും കിടക്കുക. ബിസിനസ് സെറ്റിംഗ്സ് എന്നാണ് ഇതിനെ പറയുക. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് തരാം. ബിസിനസ് പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ക്രിയേറ്റ് ന്യൂ ബിസിനസ് പോർട്ട്ഫോളിയോ ക്ലിക്ക് ചെയ്തു. ദെൻ അതിൽ ഇന്റർനാഷണൽ ചുമ്മാ കൊടുക്കുക, ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പ് കൊടുക്കാം അതിന്റെ പേര്. ഓക്കെ, ഫസ്റ്റ് നെയിം ഇതന്നെ കൊടുത്തിട്ട് നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. സംതിങ് എററാണ്. ഇങ്ങനെ ഒരു പേര് കൊടുക്കാം. ഓക്കെ, നെയിം എന്തോ ഇൻവാലിഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു പേരിൽ, ഈ ഒരു ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുത്തിട്ടുള്ള പേരിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാം, നമുക്ക് നേരെ ഡയറക്റ്റ് ഫസ്റ്റ് പേജ് ആണ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ പേജ് കണക്ട് ചെയ്തില്ല. അപ്പൊ എന്ത് ചെയ്യാം, നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് പേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബ്രാൻഡിന്റെ പേരിൽ ഏതാണോ ആ ഒരു പേജ് ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ ഒപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, നിങ്ങളുടെ ഏതാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണക്ട് ചെയ്യാം. ഓൾറെഡി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാം. പിന്നെ ഈ ഒരു പോർട്ട്ഫോളിയോ ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു ഷോപ്പിഫൈ അക്കൗണ്ടായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യണം. ഷോപ്പിഫൈ അക്കൗണ്ട് കണക്ട് ചെയ്തിട്ട് പിക്സൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആഡ് അക്കൗണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നേരെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ ആഡ്സിലേക്ക് കടക്കാം. ആക്റ്റീവായിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കതിൽ ആഡ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ തന്നെ ആഡ് അക്കൗണ്ട് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് സാമ്പിൾ കാണിച്ചിട്ട് എങ്ങനെയാണ് ഒരു ആഡ്സ് ഇടുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നേ ഉള്ളൂ. ഇത് നമ്മൾ റൺ ചെയ്യുന്ന പല ആഡുകളാണ് ഇതിൽ കാണിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ക്രിയേറ്റ് ആൻ ആഡ്, അതിൽ സെയിൽസ് ആഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ക്യാമ്പയിന്റെ പേര് നമുക്ക് കൊടുക്കാം. ജസ്റ്റ് ഇന്റർനാഷണൽ USA എന്നുള്ളത് നമ്മൾ കൊടുത്തു. ദെൻ ഡെയിലി ബഡ്ജറ്റ് ഒരു മിനിമം 1000 രൂപയെങ്കിലും നിങ്ങൾക്ക് മിനിമം ഇതിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരു 1000 രൂപയിൽ നിങ്ങൾ ആഡ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആക്ച്വലി പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആക്ച്വലി ക്ലിക്ക് ത്രൂ റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഒരു പെർ ക്ലിക്കിന് തന്നെ ഏകദേശം ചിലപ്പോൾ $10 അല്ലെങ്കിൽ ഒരു $20 ഒക്കെ ഏകദേശം പെർ ക്ലിക്കിൽ തന്നെ പോകാറുണ്ട്. പക്ഷെ നമുക്ക് ഓർഡർ കൺവേർഷൻ കുറവാണെങ്കിലും നമുക്ക് ഒരു ഓർഡർ 2 ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് കോപ്പപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇതില് നല്ല രീതിക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത് ടിക്ടോക്ക് ആഡ്സിലാണ്. ടിക്ടോക്ക് ഷോപ്പിലാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിക്ക് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് ഇതില് ₹100 ബഡ്ജറ്റ് ഇട്ടു. നേരെ ഓഡിയൻസ് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഈ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. ഡാറ്റ സെറ്റ് ഇപ്പൊ നമ്മൾ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ശരിക്കും അവിടെ ഡാറ്റ സെറ്റ് ക്രിയേറ്റ് പിക്സൽ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പിക്സൽ ഇവിടെ വരും. ഓക്കെ, ദെൻ നമ്മുടെ വെബ്സൈറ്റ് ആണ്.
അപ്പോൾ ആഡ് സെറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, എന്നാണ് ആഡ്സ് റൺ ചെയ്യേണ്ടത്, അതിൻ്റെ ടൈം ഇനിഷ്യേറ്റ് ചെയ്യണം. മാക്സിമം മിക്ക എല്ലാ രാവിലകളാണ് നമ്മൾ ആഡ്സ് ഇടുന്ന ടൈം, ഷെഡ്യൂൾ ചെയ്യുന്ന ടൈം. ഓക്കെ, ദെൻ ലൊക്കേഷൻ ഈ ഇന്ത്യ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ USA ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ USA ആഡ് ചെയ്ത് കൊടുക്കണം. ഇന്ത്യ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ USA ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് കാണാം ഇവിടെ ഇതിനുള്ള മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ വരും. നമുക്ക് ഇതിലൊന്നും കണക്റ്റഡ് അല്ലാത്തതുകൊണ്ടാണ് ഈ രീതിക്കൊന്നും ഇവിടെ കാണിക്കാത്തത്, ഇവിടെ വരേണ്ടതാണ്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏജ് ഒക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഏജ് ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു ബാൻഡാണ്, ബ്ലൂടൂത്ത് ബാൻഡാണ്, ഹെഡ് ബാൻഡാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഒരു 55 വയസ്സ് വരെയുള്ളവരൊക്കെയാണ് നമുക്ക് അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഏകദേശം നമുക്ക് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് പ്രൊഡക്റ്റ് വൈസ് ആണ്. നമ്മളിപ്പോൾ ഓർഡർ എടുത്തിട്ടുള്ള പ്രൊഡക്റ്റ്, നമ്മളിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആക്ച്വലി ഹെഡ് ബാൻഡ് ബ്ലൂടൂത്ത് ഉള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് വന്നത്. അതിൽ ഡീറ്റെയിൽ ടാർഗറ്റിങ്ങിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിറ്റ്നസ് എന്ന് കൊടുക്കാം. കാരണം അത് ഫിറ്റ്നസ് റിലേറ്റഡ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പൊ ആക്ച്വലി ഈ ഒരു ഡീറ്റെയിൽ ടാർഗറ്റിങ്ങിൽ പഴയ പോലെ ഒരുപാട് ഈ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുപാട് നമുക്ക് ടാഗ്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഫിസിക്കൽ ആൻഡ് ഫിറ്റ്നസ് ആ ഒരൊറ്റ ടാഗ് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം AI ബേസ്ഡ് തന്നെ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്തോളും. മനസ്സിലായി? കാരണം ഇപ്പോ ഭയങ്കര ഇന്റിഗ്രേറ്റഡ് ആണ് ഈ ഒരു മിഡ് ആഡ്സ്, ഭയങ്കര നല്ല രീതിയിൽ തന്നെ AI ബേസ്ഡ് ആയി. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര രീതിയിൽ തന്നെ ഇന്റിഗ്രേറ്റ് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ആഡ്സ് നല്ല പ്രോപ്പർ കൺവേർഷൻ റേറ്റിലേക്കാണ് ഇപ്പോൾ കറന്റിലൊക്കെ ആഡ്സ് റൺ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദെൻ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ നമ്മുടെ ഫേസ്ബുക്ക് പേജാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ പേജ് ഇല്ലാത്തതുകൊണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ പഴയ പേജാണ് അതിൽ കാണിക്കുന്നത്. നോ ഇഷ്യൂസ്. നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് URL കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ കൊടുക്കും. നമുക്ക് സെറ്റപ്പ് ക്രിയേറ്റ് അതിൽ വീഡിയോ ആഡാണ് നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വീഡിയോ ഏതാണോ അത് നേരെ ഡയറക്റ്റ് നമുക്ക്, ഇപ്പം നമ്മൾ ഓൾറെഡി നേരത്തെ അതിൻ്റെ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞാനതൊന്ന് ആഡ് ചെയ്തപ്പോൾ ഈ ഒരു രീതിക്ക് വന്നു, കണ്ടോ? ഇതിൽ എൺമോറാണ് എടുക്കുന്നത്. ഞാൻ ഷോപ്പിനാവ് ആക്കി തരാം. കണ്ടോ, ജസ്റ്റ് സാമ്പിൾ ആണ്, ജസ്റ്റ് സാമ്പിൾ കാണിച്ചു തന്നത്. ഇത് മുഴുവനായിട്ടൊരു വീഡിയോ, കംപ്ലീറ്റ് വീഡിയോ, ഇത് എങ്ങനെയാണ് ആഡ്സ് റൺ ചെയ്യുന്നത് കംപ്ലീറ്റ് വീഡിയോ വേറെ വരുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഇത്ര ലെങ്തി ഒരു വീഡിയോ, ജസ്റ്റ് എങ്ങനെയാണ് ഒരു ഓർഡർ ഫുൾഫിൽ ചെയ്യണേ എന്നുള്ളത് വരെയാണുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. ഇതിന്റെ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ജസ്റ്റ് ആഡ് ചെയ്തത്. കണ്ടില്ലേ അതിന്റെ ആഡ്സ് കാര്യങ്ങളെല്ലാം. ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആഡ്സ് പബ്ലിഷ് ആവും. പ്രോപ്പർ ആയിട്ടുള്ള അതിന്റെ തന്നെ കറക്റ്റ് പേജ്, ആ ഒരു നമ്മുടെ ബ്രാൻഡിന്റെ കറക്റ്റ് പേജും അതുപോലെ തന്നെ അതിന്റെ കറക്റ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഒപ്പം തന്നെ നമ്മുടെ ഷോപ്പിഫൈ കണക്ട് ആയിട്ടുള്ള പിക്സൽ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് ഡയറക്റ്റ് ആഡ്സ് റൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡ്രോപ്പ് ഷിപ്പിംഗ് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, പക്ഷേ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളൂ. ഓക്കെ, നമ്മളിത് ഷോപ്പിഫൈ ത്രൂ ആണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തത്. നമ്മുടെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിച്ചത് ഷോപ്പിഫൈ ആണ്. ഓക്കെ, അപ്പൊ ഇത് WooCommerceലും ഈ സെയിം മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വേർഡ്പ്രസ്സിലാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്യാം. വേർഡ്പ്രസ്സിലാണെങ്കിൽ കുറച്ച് ട്രാഫിക് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഹാങ് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളൂ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ചെയ്യുമ്പോൾ LLC എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഹൈലി സ്കെയിലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ LLC എടുക്കേണ്ടി വരും. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പേപ്പാൽ എന്ന് പറഞ്ഞിട്ടുള്ള പേയ്മെന്റ് ഗേറ്റ് വേ ആക്ച്വലി കൺവേർഷൻ റേറ്റ് നല്ല രീതിയിൽ കുറവാണ്. കാരണം അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് പേപ്പാൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ബിഗിനിങ് സ്റ്റേജിൽ പേപ്പാൽ യൂസ് ചെയ്ത നോ ഇഷ്യൂസ്. നിങ്ങൾക്ക് ചെറിയ രീതിക്കാണ് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും കൺവേർഷൻ റേറ്റ് കുറച്ച് കുറവായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്ട്രൈപ്പ് അങ്ങനെയുള്ള ഇത് യൂസ് ചെയ്യാം, പേയ്മെന്റ് ഗേറ്റ്വേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിക്ക് തന്നെയാണ് ഒരു ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പ് ചെയ്യേണ്ടത് സെൻ ഡ്രോപ്പ് വഴി. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ഇന്റർനാഷണൽ ഒരു സപ്ലയർ നിങ്ങൾക്ക് ഉണ്ട്.
US നിങ്ങൾക്കൊരു സപ്ലയർ ഉണ്ട്, നിങ്ങൾക്ക് US തന്നെ നിങ്ങൾക്ക് LLC ഉണ്ട്, നിങ്ങൾക്കൊരു കമ്പനി, നിങ്ങളുടെ കമ്പനി US തന്നെ രജിസ്റ്റേർഡ് ആണ്, പക്ഷെ നിങ്ങൾ ഇവിടെ നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോഴും ഈ സെയിം രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോർ ഡെവലപ്പ് ചെയ്യാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം, കമ്പനി ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് സ്ട്രൈപ്പ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഷോപ്പിഫൈ പേയ്മെന്റ് ചെക്കൗട്ടോ എന്താ വെച്ചാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കണക്ട് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സെയിം രീതിയിൽ തന്നെ ഷിപ്മെന്റുകൾ കാര്യങ്ങളെല്ലാം സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു സപ്ലയർക്ക് നമുക്ക് ഇൻഫോം ചെയ്തിട്ട് ആ സപ്ലയർക്ക് നമുക്ക് വാട്സപ്പ് വഴി പേയ്മെന്റ് കാര്യങ്ങൾ അയച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് ആ രീതിയിൽ ഒരു ഓഫ്ലൈൻ സപ്ലയറെ കണ്ടുപിടിച്ചിട്ടാണെങ്കിൽ ആ രീതിക്ക് ചെയ്യാം. പക്ഷെ ഓഫ്ലൈൻ സപ്ലയറെ കണ്ടുപിടിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ലൈസൻസ് വേണം, അങ്ങനെയായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള അതിന്റെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളെല്ലാം വേണം. നമ്മൾ ലൈസൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും തോന്നുന്നു GST എടുത്താൽ മതി എന്നുള്ള ഡൗട്ടുകളൊക്കെ നമുക്ക് വരും. GST എന്ന് പറയുന്നത് ഇന്ത്യന്റെയാണ്. നമ്മൾ US മാർക്കറ്റിൽ ചെയ്യുമ്പോൾ USA അവിടുത്തെ ആ ഒരു കൺട്രി എടുത്ത ലൈസൻസ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അതിന് ഏകദേശം പെർ ഇയർ ഏകദേശം ഒരു $300 to $400 വരെ വരും. പല ഏജൻസികളും നമ്മളെടുത്ത് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ എടുത്ത് തരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെടുത്ത് അപ്രോച്ച് ചെയ്യാറുണ്ട്. അതേപോലെ ഇപ്പൊ നിങ്ങൾ ഇതിനെ പറ്റി തപ്പാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് പേര് ഇങ്ങനെ വരും, ഇങ്ങനെ US രജിസ്ട്രേഷൻ എടുത്ത് തരാം, അതിൽ ഒരുപാട് സ്കാമേഴ്സ് ഉണ്ട്, കമ്പനികൾ എടുത്ത് തരാന്ന് പൈസ വാങ്ങിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ 10 ദിവസമാണ് ഇതിന്റെ ടൈം പീരീഡ്. 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു LLC കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ $300 അവർക്ക് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള കമ്പനികളൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ പരസ്യങ്ങൾ വരും, അതിൽ അവർക്ക് പോയിട്ട് പൈസ കൊടുക്കാതിരിക്കുക. നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ ഡൂള എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് അവിടുത്തെ ആ ഒരു ഡൂളയിലുള്ള സപ്പോർട്ട് ടീമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഓൾറെഡി നോയിഡ ബേസ് ആയിട്ടും ഒരുപാട് ഇങ്ങനത്തെ സ്കാമിംഗ് കമ്പനീസ്, ഇങ്ങനത്തെ രജിസ്ട്രേഷൻ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള സ്കാമിംഗ് കമ്പനീസ് ഒരുപാട് ഇപ്പൊ പൊന്തി വന്നിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. പലർക്കും മനസ്സിലായെന്ന്. ഓക്കെ, അപ്പോ കമ്പനി രജിസ്ട്രേഷൻ ഈ രീതിക്ക് തന്നെ എടുക്കുക. വേറെ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യണമെങ്കിൽ അവരെ കമ്പനി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം അവർക്ക് പേയ്മെന്റ് കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ ഇതുവഴി എന്തെങ്കിലും പേയ്മെന്റ് ട്രാൻസാക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്റെ കമ്പനിയോ ബാധകമല്ല. പിന്നെ മിറ്റ് ആഡ്സിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മിറ്റ് ആഡ്സിന് സംബന്ധമായിട്ടുള്ള എങ്ങനെ ഇതിന്റെ ഈ ഒരു മിറ്റ് ആഡ്സ് റൺ ചെയ്യുന്നു, ഈ ഒരു ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗിൽ എങ്ങനെ നമുക്ക് ആഡ്സ് റൺ ചെയ്യാന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് വേറെ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ചെറിയൊരു കണ്ടന്റ് ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് മെയിൻലി ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗിൽ ടിക്ടോക്ക് ഷോപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടിക്ടോക്ക് ആഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ VPN യൂസ് ചെയ്ത് ടിക്ടോക്ക് ആക്സസ് എടുത്തിട്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഈ വീഡിയോ ഏകദേശം 2 മണിക്കൂറോളം ക്ഷമയോടെയാണ് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നിങ്ങളിത് നല്ല രീതിക്കാണ് ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് LLC രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി സപ്ലയറെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാം. അല്ലെങ്കിൽ ജസ്റ്റ് സെൻഡ്രോപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ പോക്കറ്റ് വെച്ചിട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ചത് സെൻഡ്രോപ്പിലെ ഓർഡർ ഫുൾഫിൽമെൻ്റ് ആണ്. എങ്ങനെയാണ് സ്റ്റോർ ക്രിയേഷൻ, ഓർഡർ ഫുൾഫിൽമെൻറ്റ്, പേയ്മെൻറ്റ് ഗേറ്റ് വേ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് പേപ്പാൽ യൂസ് ചെയ്തിട്ട്, പേപ്പാൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാം. അപ്പോൾ ആക്ച്വലി പേപ്പാൽ നമ്മൾ യൂസ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ കൺവേർഷൻ റേറ്റ് കുറവായതുകൊണ്ടാണ് പേപ്പാൽ അധികം നമ്മൾ യൂസ് ചെയ്യാത്തത്. പലരും സ്ട്രൈപ്പും അതുപോലെ തന്നെ ഷോപ്പിഫൈ പേയ്മെൻറ്റ്സ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും നല്ലൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ നിങ്ങൾക്ക് എക്സ്പെൻസിൻ്റെ കേസുകൾ ഞാൻ പറഞ്ഞിടാം, ഏതൊക്കെ രീതിയിലാണ് ഇതിന് എക്സ്പെൻസ് വരിക. നമുക്ക് ഇപ്പോൾ ജസ്റ്റ് സെൻഡ്രോപ്പ് ആണെങ്കിൽ തന്നെ സെൻഡ്രോപ്പിന് ഏകദേശം $70 ആണ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ചാർജ്. അപ്പോൾ ഏകദേശം എങ്ങനെ പോയാലും ഒരു 6,000 റുപ്പീസിൻ്റെ അടുത്ത് വരും. ഷോപ്പിഫൈ മന്ത്ലി ചാർജസ് 2,000 റുപ്പീസാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 2,000 പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 8,000 റുപ്പീസിൻ്റെ അടുത്തായി നമുക്ക് എക്സ്പെൻസ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ്സ് റൺ ചെയ്യാനാണെങ്കിലും നമുക്ക് നല്ല രീതിയിലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ വെക്കണം. മിനിമം ഒരു 2 lakhs, ഒരു 1.5 അല്ലെങ്കിൽ 2 lakhs നമുക്ക് മന്ത്ലി ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിന് വേണ്ടി ചിലവാക്കാനായിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ബിസിനസ് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് പകരം നിങ്ങൾക്ക് ബിഗിനിങ് സ്റ്റേജ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനിങ് സ്റ്റേജ് ആണെങ്കിൽ ഒരിക്കലും ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗിൽ എടുത്ത് ചാടരുത്. നിങ്ങൾ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗിന് ഫുൾ A to Z സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ട്സ് നമ്മളൊരു സപ്ലയർ ആയതുകൊണ്ട് തന്നെ പ്രൊഡക്ട്സ് നമ്മൾ തന്നെ ഡയറക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇതൊരു ബിഗിനിങ് സ്റ്റേജാണ്. ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിഗിനിങ് സ്റ്റേജാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും, സ്റ്റോർ ക്രിയേഷൻ, അതുപോലെ തന്നെ എങ്ങനെ ഓർഡർ ഫുൾഫിൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ബന്ധപ്പെടാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാനാണ് ആഗ്രഹം, നിങ്ങൾക്ക് അതിനൊരു ലൈസൻസ് എടുക്കണമെങ്കിലും നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു പെർ ഇയർ തന്നെ ലൈസൻസിന് ഏകദേശം 50,000 റുപ്പീസിൻ്റെ അടുത്ത്, 40,000 to 50,000 റുപ്പീസിൻ്റെ അടുത്ത് ഒരു എക്സ്പെൻസ് വരും. ഒപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ വീണ്ടും വാച്ച് ചെയ്യുക. ഒപ്പം തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഒപ്പം തന്നെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ എങ്ങനെ നമുക്ക് ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ ആഡ്സ് റൺ ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രീ ഓർഗാനിക് ട്രാഫിക് മെത്തേഡ് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് വീഡിയോ സെഗ്മെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ കറക്റ്റ് ചെയ്ത് നമ്മൾ ഫോളോ ബാക്ക്